എന്നുള്ള നമുക്ക് ഇപ്രകാരം ഒരു ഓൺലൈൻ കൺവെൻഷൻ നമ്മൾ ഈ വർഷം ക്രമീകരിക്കുകയായിരുന്നു. ഇതിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നും നാളെയുമായി നമ്മുടെ ഓൺലൈൻ കൺവെൻഷൻ നടക്കും. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ്, ഇന്നത്തെ യോഗം, കൂട്ടായ്മ പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. നമുക്ക് തലകളെ വണക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം, നമ്മെ തന്നെ സമർപ്പിക്കാം. കഴിഞ്ഞ ഒരു പകൽക്കാലം ദൈവം നമ്മെ കുടുംബങ്ങളായി, വ്യക്തികളായി നടത്തിയ കൃപകൾക്കായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇപ്രകാരം പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനും വിശ്വാസത്തിൽ ഒന്നായിരിക്കാനും ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനും ദൈവത്തിന്റെ വചനം ഈ നാളുകളിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിനായി നാം ആയിരിക്കുന്ന ജീവിതാവസ്ഥകളിൽ നമ്മളെ ദൈവസ്നേഹത്താൽ വീണ്ടെടുക്കുന്നതിനായി നമ്മോട് ഇടപെടുന്നതിനായി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ കൂടിവരവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യാതൊരു ടെക്നിക്കൽ ബുദ്ധിമുട്ടുകളും കൂടാതെ, സാങ്കേതികമായ തകരാറുകളൊന്നും കൂടാതെ ഈ കൂടിവരവ് അനുഗ്രഹീതമായി അവസാനിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മ്യൂട്ട് ആയിട്ടുണ്ട്. വിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് കൂടി വരുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ ഒരു പകൽക്കാലം ഞങ്ങളെല്ലാവരെയും ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളിൽ അവിടുന്ന് കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങളെ അവിടുന്ന് വിടുവിച്ച് ഈ ഒരു സന്ധ്യയിൽ കർത്താവെ സഭയായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ നീ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ ഈ വർഷത്തെ സഭയുടെ വാർഷിക ധ്യാന യോഗവുമായി ബന്ധപ്പെട്ട്, റിട്രീറ്റുമായി ബന്ധപ്പെട്ട് പ്രകാരം കർത്താവെ ഓൺലൈൻ വഴിയായിട്ട് ഒരു കൺവെൻഷൻ ക്രമീകരിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, ഈ നാളുകളിലൊക്കെ ഞങ്ങൾ ധാരാളം വചനം കേൾക്കുന്നവരാണ്. കർത്താവ്, ഞങ്ങൾ കേൾക്കുന്ന വചനപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ ക്രമീകരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളോട് വചനം സംസാരിക്കുന്ന ബിനീഷച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കായിട്ടും സ്തോത്രം. കർത്താവ്, ഇനിയും കൂടി വരുവാനുള്ളവരെ അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി വചനം കേട്ട് വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെട്ട് ഞങ്ങളുടെ ഉൾക്കാഴ്ചകൾ അങ്ങയ്ക്ക് വേണ്ടി തുറന്ന് കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ തുടർന്നും അങ്ങയുടെ സാക്ഷികളായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മയ്ക്ക്, നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിന് പാട്ടുകൾ പാടി നമ്മളെ സഹായിക്കുന്നത് പ്രിയപ്പെട്ട ആശിഷ് പോൾ ഇപ്പോൾ ആദ്യം 2 പാട്ടുകൾ പാടും. അതിനു വേണ്ടിയിട്ട് ആശിഷിനെ ക്ഷണിക്കുന്നു. ഹലോ അച്ഛൻ, ഗുഡ് ഈവനിങ്. കേൾക്കാമോ? കേൾക്കാം ആശിഷ്. അച്ഛൻ ലിറിക്സ് ഷെയർ ചെയ്യണം അച്ഛൻ. കാണാമോ? കാണാം. യെസ്. ഓക്കെ. ആദ്യത്തെ പാട്ട് കൃപയേറും കർത്താവിൽ എൻ വിശ്വാസം. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. കർത്താവിൽ എൻ വിശ്വാസം, അതിനാൽ പുതിയൊരു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം കൃപയാൽ മനോഹരമാ. കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും.
ഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിൽ ആനന്ദ തണലാകും ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നെന്നാശ്രയമാ കൃപയൊന്നൻ ആശ്രയം ഹാലലൂയ കൃപയൊന്നൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ ഘോരവൈരിയിൽ ബലം അവൻ തകർത്തല്ലോ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ കൃപയൊന്നൻ ആശ്രയം ഹാലലൂയ കൃപയൊന്നൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമവനെനിക്കെന്നാലും തിരുജീവനെ തന്നവൻ ഇനിമേലും കൃപയാൽ നടത്തുമെന്നെ കൃപയൊന്നൻ ആശ്രയം ഹാലലൂയ കൃപയൊന്നൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും അടുത്ത പാട്ട് നമുക്ക് യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തായനാൽ ഇല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്താകയാൽ ഇനി തെല്ലും ഭയം എന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാം. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും
എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ലൻ നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. മണ്ണിലല്ലൻ നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി മുന്നിൽ വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ കാത്തിരുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 താങ്ക് യു. അപ്പോൾ ഇന്നത്തേക്കുള്ള പാഠം വായിക്കുന്നതാണ് ജെയ്സൺ ജോർജ്. ഇപ്പോൾ ഇന്നത്തേക്കുള്ള ലെസൺ വായിക്കും. Good evening, Achan. യെസ്, ഗുഡ് ഈവനിങ് ജെയ്സ. Today's lesson is Genesis chapter 28, verse 13 to 22. Genesis chapter 28, verse 13 to 22. And behold, the Lord stood above it and said, I am the Lord, the God of Abraham, your father, and the God of Isaac. The land on which you lie I will give to you and to your offspring. Your offspring shall be like the dust of the earth, and you shall spread abroad to the west and to the east, and to the north and to the south. And in you and your offspring shall all the families of the earth be blessed. Behold, I am with you, and will keep you wherever you go, and will bring back to you to the land, for I will not leave you until I have done what I have promised you. Then Jacob awoke from his sleep and said, Surely the Lord is in this place, and I do not know it. And he was afraid and said, How awesome is this place! This is none other than the house of God, and this is the gate of heaven. So early in the morning Jacob took the stone that he had put under his head, and set it up for a pillar, and poured oil on top of it. He called the name of that place Bethel, but the name of the city was Luz at the first. Then the Jacob made a vow, saying, If God will be with me, and will keep me in this way that I go, and will give me bread to eat, and clothes to wear, so that I come again to my father's house in peace. Then the Lord said, Then the Lord shall be my God, and the stone which I have set up for a pillar shall be God's house. And all of that you give me, I will give full tenth to you. Amen. Thank you. താങ്ക് യു ജെയ്സൺ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഏകാഗ്രമാക്കാം. ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് സഭയായി കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മെ നടത്തി, ദൈവം നമ്മെ പരിപാലിച്ചു. ആ വലിയ നന്മയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഈ ഹൈദരാബാദ് നഗരത്തിന്റെ പല ഇടങ്ങളിലായി ദൈവം നമ്മെ കുടുംബങ്ങളായി വ്യക്തികളായിട്ടൊക്കെ പരിപാലിക്കുന്നതിനായിട്ട് സ്തുതിക്കാം. നമ്മുടെ വലുതും ചെറുതുമായ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കുന്നു, ദൈവം നമ്മെ നടത്തുന്നു. ആ വലിയ നന്മയ്ക്കായിട്ട് ദൈവത്തിന് നമ്മോടുള്ള കരുണയ്ക്കായിട്ടും കൃപയ്ക്കായിട്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലൊക്കെ വന്നുപോയ
കുറവുകളെയും ബലഹീനതകളെയും കുറ്റങ്ങളെയും എല്ലാം നമുക്ക് ദൈവത്തോട് വിനയമായിട്ട് ഏറ്റുപറയാൻ. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. കുറച്ചുകൂടി മെച്ചപ്പെട്ട മനുഷ്യരായി, നല്ല വിശ്വാസികളായി അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ സീനിയർ ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ശാരീരികമായ ബലഹീനതകളിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി വിശേഷാലും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആശുപത്രിയിലായിരിക്കുന്ന ജേക്കബ് അങ്കിളിന് വേണ്ടി നമുക്ക് സഭയായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അങ്കിളിന് വേണ്ട വിടുതലും സൗഖ്യവും ഒക്കെ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മറ്റ് പലവിധമായ ശാരീരികമായ അസ്വസ്ഥതകളാൽ ഭവനങ്ങളിലൊക്കെ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ വേണ്ട സൗഖ്യവും ആശ്വാസവും കർത്താവ് ഈ നാളുകളിലൊക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അവർക്ക് പഠിക്കുവാൻ ആവശ്യമായ ബുദ്ധിയും വിവേകവും ഒക്കെ ദൈവം നൽകണമേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സഭയോട് ചേർന്ന് വിശ്വാസത്തിൽ പക്വതയോടുകൂടെ പരിശീലിപ്പിക്കപ്പെട്ട് ഉയർന്നു വരുവാൻ, വളർന്നു വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. 12th എക്സാംസിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എൻട്രൻസ് എക്സാംസിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അഡ്മിഷന് വേണ്ടി പരിശ്രമിക്കുന്നവർ, പല സ്ഥലങ്ങളിലായി പഠനത്തിനായിട്ട് കടന്നുപോയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ. ദൈവം അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവം അവരെ കാക്കണമേ, പരിപാലിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം അവർക്ക് അവരുടെ പഠനത്തിനനുസരിച്ചുള്ള ഉപജീവന മാർഗങ്ങൾ, ജോലിയൊക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പല മേഖലകളിലായിട്ട് ജോലിയിലായിരിക്കുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ജോലി കാര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യങ് കപ്പിൾസിനെല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ ജോലി കാര്യങ്ങൾ, കുടുംബജീവിതം, കുഞ്ഞുങ്ങളുടെ പരിപാലനം, അതെല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ച് നന്നായി ചെയ്യുവാൻ അവരെ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് തക്കതായ ജീവിത പങ്കാളികളുടെ ദൈവം തമ്പുരാൻ ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞ് ദീർഘവർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഫാമിലീസിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തലമുറകളൊക്കെ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ക്യാരിയിങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മേരിയുടെ ഡ്യൂ ഡേറ്റ് ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. സുഖകരമായ ഒരു ഡെലിവറിയൊക്കെ ലഭിപ്പാൻ, ആരോഗ്യമുള്ള ഒരു പൈതനെ ലഭിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പല നിലകളിലായിട്ട് ജോലിയിലായിരിക്കുന്ന, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ, ഉപജീവന മാർഗങ്ങളിലൊക്കെ ആയിരിക്കുന്നവർ, അങ്ങനെ ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാൻ. ദൈവം ഓരോരുത്തരുടെയും പ്രവർത്തന മേഖലകൾ, പ്രയത്ന മേഖലകളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്നവരെ നമുക്ക് ഓർക്കാം. കുടുംബ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, കുടുംബത്തിൻ്റെ ഉള്ളിൽ മറ്റു പലവിധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, സാമ്പത്തികമായ ക്ലേശമുള്ളവർ, ഭവനം സ്വന്തമായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, വാഹനങ്ങളില്ലാത്തവർ, കടഭാരത്താൽ പ്രയാസപ്പെടുന്നവർ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ പല തരത്തിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യുദ്ധങ്ങളാലും യുദ്ധക്കെടുതികളാലും ക്ലേശം അനുഭവിക്കുന്നവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മിഷണറിമാർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പല പ്രതികൂലങ്ങളുടെ മധ്യത്തിലും അവരുടെ ശുശ്രൂഷകൾ ദൈവം അവരെ അനുഗ്രഹിക്കണമേ. പ്രതികൂലങ്ങളുടെ മധ്യത്തിലും തളരാതെ ശുശ്രൂഷകൾ നിർവഹിപ്പാൻ അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദക്ഷിണേന്ത്യ CSI സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തെയൊക്കെ അതിജീവിപ്പാൻ കർത്താവ് കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ബിഷപ്പന്മാർക്ക് വേണ്ടി, പട്ടാത്വ സമൂഹത്തിന് വേണ്ടി, ശുശ്രൂഷക സമൂഹത്തിന് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, ഇവാഞ്ചലിസ്റ്റിന് വേണ്ടി, പല നിലകളിൽ
കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ പല ഡയസിസുകളിലും കൺവെൻഷൻ നടക്കുന്നു. മധ്യയുള്ള മഹായിടവുകൾ പ്രത്യേകം കൺവെൻഷനുകളൊക്കെ നമ്മുടെ ആത്മീയമായ അനുഗ്രഹത്തിന് മുഖാന്തരമാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ഇന്നത്തെ കൂടിവരവിൻ്റെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ വചനം സംസാരിക്കുന്ന പ്രിയ ബിനീഷ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. പഠനമൊക്കെ പൂർത്തിയാക്കി വൈദിക ശുശ്രൂഷയിലേക്ക് ഒക്കെ പ്രവേശിച്ചിരിക്കുന്നു. ശുശ്രൂഷകളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വചനം അതിൽ കലർത്തലുകൾ വരുത്താതെ സത്യസന്ധമായി ധൈര്യത്തോടെ പ്രഘോഷിപ്പാൻ, ആളുകളുടെ വിടുതലിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, രൂപാന്തരത്തിന് വേണ്ടി ശുശ്രൂഷകൾ നിർവഹിപ്പാൻ അച്ഛനെ ഒരുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കൺവെൻഷൻ, അതുപോലെ തന്നെ നമ്മുടെ റിട്രീറ്റ്, ഇതൊക്കെ ഈ ആഴ്ചകളിൽ നടക്കുകയാണല്ലോ. എല്ലാം അനുഗ്രഹമായി, ഭംഗിയായി നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നിർവഹിപ്പാൻ സഹായിക്കണമേ എന്ന് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് പരമേൽപ്പിക്കാം. കർത്താവിൻ്റെ കൃപയിൽ നമ്മളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ കൂടിവരവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അന്നമ്മ ജോൺ ആൻറ്റി നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. കേൾക്കാമോ അച്ഛാ? കേൾക്കാം ആൻറ്റി. കേൾക്കാമല്ലോ. സർവശക്തനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥിതാം ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഈ നല്ല സമയം ദാനമായി തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പല സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഓൺലൈനായി കൂടി വരുന്നതിനായും അങ്ങേ മഹത്വപ്പെടുത്തുന്നതിനായും തന്ന സഹവാസത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം നേരിടാവുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപാലിച്ച് നന്ദി കരയേറ്റുന്നു. ഇന്ന് ദൈവവചനം സംസാരിക്കുന്ന അച്ഛനെ പ്രത്യേകം തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടുന്നതായി ദൂത് നൽകുന്നതിനായി അച്ഛനെ ബലപ്പെടുത്തണമേ. അച്ഛനായിരിക്കുന്ന ഇടത്ത് അച്ഛനെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ. അവിടുന്ന് ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നല്ലൊരു അച്ഛനെ ലഭിക്കുന്നതിനായി കൃപ തന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും, അച്ഛൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ഉപകാരമായി തീരുവാൻ തക്കോണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൊച്ചമ്മയെ പ്രത്യേകം ഓർക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അവിടുന്ന് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കളെ രണ്ടുപേരെയും കർത്താവേ, അവരുടെ പഠന കാര്യങ്ങളിലെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൂടുതലായ കൃപകളാൽ നിന്റെ മക്കളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ CSI സഭയ്ക്കായി വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരുമേനിക്കായി പ്രാർത്ഥിക്കുന്നു. അച്ഛന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മിഷണറികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ഏറ്റിരിക്കുന്നതായ എല്ലാ ചുമതലകളും കർത്താവെ ഭംഗിയായി നിറവേറ്റുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ നിന്റെ മക്കളുടെ മേൽ ഓരോരുത്തരുടെ മേലും പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലെ ഓരോ കുടുംബങ്ങളെയും തൃക്കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഓരോ കുടുംബത്തെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധമായ രോഗങ്ങളാൽ ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. കർത്താവെ, അവരുടെ എല്ലാം രോഗങ്ങളൊക്കെ അവിടുന്ന് മാറ്റിവരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യത്തെ പ്രദാനം ചെയ്യണമേ, ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് നിങ്ങൾ നിന്റെ ദൈവകൃപയിലായിരിക്കാൻ തക്കോണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ഓരോ ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ, അവരുടെ രോഗക്കിടക്കയും മാറ്റി വിരിക്കണമേ. അപ്പോൾ ഞങ്ങളുടെ സഭയിലെ എല്ലാ യുവജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരും നശിച്ചു പോകുവാൻ അവിടുന്ന് ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തൃക്കരങ്ങളിൽ നിന്റെ മക്കളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലി കാര്യങ്ങളിൽ കർത്താവെ, അവരുടെ ജീവിത രീതികളിലെല്ലാം കർത്താവെ നിന്റെ കൃപയുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോട് കൂടെ ഇരുന്ന് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദ്യാഭ്യാസത്തിനായും ജോലികൾക്കായും കർത്താവെ വിദേശത്തായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെവിടെയായിരുന്നാലും നിന്റെ ചിറകിൻ മറയിൽ അവരെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. കർത്താവെ, അവിടുന്ന് പഠിത്തത്തിലായിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, നിന്റെ മക്കൾക്ക് നല്ല ബുദ്ധിയും ജ്ഞാനവും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരീക്ഷകളൊക്കെ അടുത്ത് വരുന്നു. അപ്പച്ച അവിടുത്തെ കൃപ നിന്റെ മക്കളുടെ മേലുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പഠിച്ച കാര്യങ്ങൾ കർത്താവെ
നന്നായി പരീക്ഷ എഴുതുന്നതിനും കർത്താവെ നല്ല വിജയം കരസ്ഥമാക്കുന്നതിനും അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ജീവിത പങ്കാളികൾക്കായി കാത്തിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തക്കതായ ഒരു തുണയെ അവിടുന്ന് കൂട്ടുവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് വിവാഹ ജീവിതത്തിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. ഓരോരുത്തരെയും പ്രത്യേകമായി തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരെ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ, നിനക്കും കൊള്ളാവുന്നവരായി ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ചെറിയ പൈതങ്ങളെ തൃക്കരങ്ങളിലേക്ക് അവരുടെ ബാലാരിശകളിൽ നിന്നെല്ലാം അവരെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പെണ്ണുമിത്രാദികളായി ദുരസ്ഥരായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരും കർത്താവെ ഞങ്ങളുടെ ചിറകുമറയിൽ കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, നിങ്ങളുടെ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ദേശത്തെ അവിടുന്ന് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും ഇതിൻ്റെ തൃക്കരങ്ങളിൽ കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധമായ ആവശ്യങ്ങൾ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നാലും കർത്താവെ, അവിടുന്ന് എൻ്റെ മക്കൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകി അവിടെ പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രോഗികളായി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയും എത്രയോ ആളുകൾ രോഗികളായി കഷ്ടപ്പെടുന്നു. കർത്താവെ, നിന്റെ മക്കൾക്ക് ഓരോരുത്തർക്കും ഓടുന്ന സൗഖ്യത്തെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഏഴും കുടുംബത്തെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. അടുത്ത കൃപയാലകളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. ചോദിച്ചാലും നന്മളാൽ നിറയ്ക്കണമേ. അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കൂടെ ഇരുന്ന് വഴി നടത്തിക്കൊള്ളുമാറാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവനൊടിഞ്ഞ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരമല്ലണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ സഭയുടെ, നമ്മുടെ ഈ ഇടവകയുടെ സവിശേഷമായ ചില സാഹചര്യങ്ങൾ, അത് പ്രത്യേകിച്ച് ഈ ഹൈദരാബാദ്, സെക്കന്ദരാബാദ് സിറ്റിയുടെ, ടൗണിൻ്റെ ദൂരം, നമ്മൾ തമ്മിലൊക്കെയുള്ള ഡിസ്റ്റൻസ്, പള്ളിയിലെത്തിപ്പെടാനൊക്കെയുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഒരു വാർഷിക കൺവെൻഷൻ നമ്മുടെ ദേവാലയത്തിൽ വെച്ച് ക്രമീകരിക്കുന്നതിനുള്ള പ്രായോഗികമായ തടസ്സങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മളിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ശുശ്രൂഷ തുടരുന്നതിന്, ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം ഒരുമിച്ച് കേൾക്കുന്നതിന്, പഠിക്കുന്നതിന്, ആഴമായിട്ട് മനസ്സിലാക്കുന്നതിനൊക്കെ ഈ ഒരു നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. സാധാരണ നമ്മുടെ റിട്രീറ്റ് ഞായറാഴ്ചയിലെ ഉള്ള ഒരു ടൈറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആ ടൈറ്റ് ഷെഡ്യൂൾ അങ്ങനെ തന്നെ ഉണ്ട് ഞായറാഴ്ച, അതിന് മാറ്റമൊന്നുമില്ല. എല്ലാ അർത്ഥത്തിലും ആരാധന, തുടർന്ന് റിട്രീറ്റ് സെഷൻസ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്. സോ നമ്മുടെ ആ ഒരു പാക്കേജ് അങ്ങനെ വളരെ കൃത്യമായിട്ട് അവിടെ ഉണ്ട്. ദാറ്റ് വിൽ ബി ദെയർ. നമ്മൾ ഈ ഒരു വർഷം നമ്മൾ ഇങ്ങനെ ഒരു പുതിയൊരു സംരംഭം നമ്മൾ പരീക്ഷിക്കുകയാണ്, ഒരു ഓൺലൈൻ കൺവെൻഷൻ. കാരണം നമ്മളെല്ലാ വെള്ളിയാഴ്ചയിലും ഓൺലൈൻ പ്രെയർ നമ്മൾ നടത്തുന്നുണ്ടല്ലോ, ഫാസ്റ്റിംഗ് പ്രെയർ. ഒരുപാട് പേര്, നമ്മളെല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിവുള്ളിടത്തോളം സാഹചര്യങ്ങളുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ ഒട്ടുമിക്ക പേരും ഇന്നും പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ വൈകുന്നേരങ്ങളിൽ ലോഗിൻ ചെയ്യാനായിട്ടുള്ള സൗകര്യമുള്ള കുറേയധികം മെമ്പേഴ്സും നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാവരെയും ഇടവക വികാരി എന്നുള്ള നിലയിൽ ഈ ഒരു കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൺവെൻഷൻ യോഗത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പ്രസംഗമാണല്ലോ. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ശുശ്രൂഷ. ആ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ക്ഷണിച്ച്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് CSI മലയാള മഹായിടവകയിലെ വളരെ യങ്ങസ്റ്റ് അച്ഛന്മാരിൽ ഒരാളായിരിക്കുന്ന ബിനീഷ് മോൻ ബാബു അച്ഛനാണ്. അച്ഛൻ്റെ ഓർഡിനേഷൻ ചില മാസങ്ങൾക്ക് മുൻപാണ് നടന്നത്. അച്ഛൻ കോട്ടയത്തിനടുത്ത് ഒളശ ഇടവകാംഗമാണ്. അച്ഛൻ ഇപ്പോൾ മധ്യകേരള മഹായിടവകയിൽ അടൂർ ജില്ലയിലെ കടമ്പനാട് CSI ഇടവകയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു.
അച്ഛനും ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അച്ഛൻ്റെ വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കൽക്കട്ട ബിഷപ്സ് കോളേജിലാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത നെയ്ബേഴ്സാണ്. ഞങ്ങളുടെ വീട്ടിലെ എപ്പോഴും ഉള്ള ഞങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും, സൗഹൃദമാണെങ്കിലും, കൂട്ടിനാണെങ്കിലും, കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ബിഷപ്സ് കോളേജിലെയും സെറാംപൂർ കോളേജിലെയും സ്റ്റുഡൻസിൽ ഒരാളാണ് പ്രിയ ബിനീഷ് അച്ഛൻ. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ബിനീഷ് അച്ഛനെ കൺവെൻഷനെ ക്ഷണിക്കാം. അച്ഛൻ അത് വളരെ മഹായിടവ കൺവെൻഷൻ്റെ തിരക്കുകളൊക്കെ ആയിരുന്നിട്ടും അച്ഛൻ കോട്ടയത്തു നിന്നാണ്, റിട്രീവ് സെൻ്ററിൽ നിന്നാണ് ഈ കൺവെൻഷൻ യോഗത്തിൽ പങ്കെടുക്കുന്നത്, നമ്മോട് സംസാരിക്കുന്നത്. അച്ഛന് കുറച്ച് വർഷക്കാലം നമ്മുടെ പർക്കാൽ മിഷനിൽ മിഷണറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛന് തെലുങ്ക് നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ നമ്മളിൽ ചിലർക്കെങ്കിലും ഒക്കെ അച്ഛനെ പരിചയമുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛൻ ഇവിടെ ഇതിന് മുൻപ് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പുതിയ ദേവാലയമായതിനു ശേഷം അച്ഛൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് മുൻപ് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അച്ഛന് ആന്ധ്ര മിഷനിലും തെലങ്കാന മിഷനിലും ഒക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് ഹൈദരാബാദ് ഇമാനുവൽ CSA മലയാളം കോൺഗ്രിഗേഷൻ്റെ പ്രത്യേകമായ നാമത്തിൽ ഞങ്ങളെല്ലാവരുടെയും പേരിൽ ഈ കൺവെൻഷൻ്റെ പ്രധാന വചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളെ ഞാൻ കോർഡിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ ഫേസ് ടു ഫേസ് ഓൺലൈൻ വഴിയാണെങ്കിലും കാണുന്നത് ആദ്യമായിട്ടാണ്. അച്ഛാ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ മിനിസ്ട്രി. ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സഭാംഗങ്ങൾ ഒരുപാട് പേര് നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യട്ടെ. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പലരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകമായിട്ട് അവരെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മർത്തോമ സഭയിൽ നിന്നും പ്രിയപ്പെട്ട എബ്രഹാം അങ്കിളിന് ഞാൻ വൈകിട്ട് ലിങ്ക് അയച്ചു കൊടുത്തായിരുന്നു. അങ്കിളും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് അങ്കിളിനെ സ്വാഗതം ചെയ്യുന്നു. ബിഷപ്സ് കോളേജിലെ മറ്റൊരു സുഹൃത്തായ സുജിൻ സൗത്ത് കേരള ഡയസിസിലെ അംഗമാണ്. സുജിൻ അവരുടെ സെക്കൻഡ് ഇയർ BD സ്റ്റുഡൻ്റ് ആണ്. സുജിനും ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തപ്പോൾ സുജിനും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ആരെങ്കിലും ഞാൻ പെട്ടെന്ന് വായിച്ചത് അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് പരിചയമില്ലാത്ത ഒരു പ്രൊഫൈലും ഉണ്ട്. കുഞ്ഞുമോൻ ലിസി അല്ലേ, കുഞ്ഞുമോൻ ലിസി ഒരു പ്രൊഫൈലും ഉണ്ട്. അത് ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഗസ്റ്റായിട്ട് പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ആശിഷ് പോൾ ഒരു പാട്ടും കൂടെ പാടും. ആ പാട്ടിന് ശേഷം പ്രിയപ്പെട്ട ബിനീഷ് അച്ഛൻ നമ്മോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കും. ബാക്കി എല്ലാവരും അവരുടെ പ്രൊഫൈലുകൾ ഒന്ന് മ്യൂട്ട് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ ഒരാൾ സംസാരിക്കുമ്പോൾ വേറൊരാളുടെ പ്രൊഫൈൽ അൺമ്യൂട്ട് ആയാൽ സംസാരിക്കുന്ന ആളുടെ സൗണ്ട് ബ്രേക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാവരും മ്യൂട്ട് ആക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ആശിഷ് പോള് ഒരു പാട്ട് പാടും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ നമ്മോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കും. കേൾക്കാം അച്ഛാ? ഓഡിയോ കേൾക്കാം. കുറച്ചുകൂടെ ഒന്ന് അടുത്ത് നിന്ന് പാടാമോ ആശിഷെ? ഓക്കെ. ശരി, ഒരു ഡിസ്റ്റന്റ് വോയിസ് പോലെ തോന്നും. ഓക്കെ. കൺവെൻഷൻ ആയതുകൊണ്ട് അച്ഛൻ നമ്മളൊരു ഇച്ചിരി കൺവെൻഷൻ്റെ സ്റ്റൈലിലൊരു പാട്ട്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. അൺഫോർച്ചുനേറ്റ്ലി എല്ലാവർക്കും കൂടെ പാടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ലീഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബട്ട് ഐ ഹോപ്പ് എവറിബഡി ഈസ് സിംഗിങ് അറ്റ് ഹോം. എൻ പ്രിയനെ പോൽ സുന്ദരനായി എന്നുള്ള പാട്ട് നമുക്ക് പാടാം. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃത ജാനന്മാരെ വരിക്കുമോ വത്സല.
മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രാകൃതാരം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരം തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയ, പ്രാകൃതാരം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രാകൃതാരം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാ, പ്രാകൃതാരം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രാകൃതാരം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ, ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ. സുന്ദരന മനോഹര നിന്നെ പിരി ലോകയാത്ര, പ്രാകൃതാരം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രാകൃതാരം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോടു ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോടു ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതാര ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രാകൃതാരം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരന മനോഹര നിന്നെ പിരി ലോകയാത്ര, പ്രാകൃതാരം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രാകൃതാരം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെൽക്കം. പ്രാർത്ഥിക്കുക. കരുണാസമ്പന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അല്പസമയം അവിടുത്തെ വചനത്തിന്റെ കീഴിലായി പണ്ടൊക്കെ ഞങ്ങളെ സഹായിക്കുന്ന അനുഗ്രഹിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ, അടിയങ്ങൾ പാടിയതുപോലെ കർത്താവെ, നീ അല്ലാതെ മറ്റാരും ഞങ്ങളുടെ ജീവിതങ്ങൾ കർത്താവെ യോഗ്യത അർഹിക്കുന്നവനില്ല എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുത്തവൻ നീ ആകുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തകർച്ചകളുടെ ഇടങ്ങളെ വിട്ടിട്ട് കർത്താവെ, ഞങ്ങളുടെ ശക്തികേന്ദ്രമായ നിന്നിലേക്ക് മടങ്ങി വരുവാൻ കർത്താവെ, നീ ഒരുക്കുന്ന ആ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങളെ സമർപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഈ സഭയെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. നേതൃത്വം വഹിക്കുന്ന പ്രിയ അച്ഛനായിട്ടും കുടുംബത്തിനായിട്ടും സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് അല്പസമയം അവിടുത്തെ വചനം ധ്യാനിക്കുമ്പോൾ അവിടുത്തെ കൃപയാ നിറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ അതിവച്ച നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇമ്മാനുവേൽ CSI ചർച്ച് ഹൈദരാബാദ് ഈ സഭയോടും ഇവിടുത്തെ ഓരോ അംഗങ്ങളോടും, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് സാമുവൽ അച്ഛനോടും കുടുംബത്തോടും ഒപ്പം ചേർന്ന്
ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിപ്പാനും നിങ്ങളൊപ്പമായിരിക്കാൻ ദൈവം സഹായിച്ച വൻകൃപയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ ഓർപ്പിച്ചതുപോലെ ബി.ഡി പഠനത്തിന്റെ സമയത്താണ് അച്ഛനുമായി ഒരുമിച്ച് 2 വർഷം കൽക്കട്ടയിലായിരിക്കാൻ ദൈവം ഇടയാക്കി. ഒരുപാട് അച്ഛനിൽ നിന്നും കുടുംബത്തിൽ നിന്നും സ്നേഹം അനുഭവിപ്പാനും അവരിൽ നിന്ന് ഒരുപാട് പഠിപ്പാനും ഒക്കെ ദൈവം ഇടയാക്കി. ഒരു കുടുംബത്തെ പോലെ ഞങ്ങളെ അവർ കരുതി. വീണ്ടും ഇങ്ങനെ ഒരുമിച്ച് ഈ ഒരു സംരംഭത്തിൽ എന്നെയും ഓർക്കുവാനും വചനം പറയാൻ അവസരം തരുവാനും ഒക്കെ അച്ഛൻ കാണിച്ച മനസ്സിന് അച്ഛന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നിങ്ങളുടെ ആനുവൽ റിട്രീറ്റിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കൺവെൻഷൻ ക്രമീകരിക്കപ്പെട്ടതെന്ന് അറിയാൻ സാധിച്ചു. ഈ റിട്രീറ്റ് എന്ന് പറയുമ്പോൾ ആ വാക്കിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ 1-2 കാര്യങ്ങൾ, അതൊരു മിലിറ്ററി ടൈം കൂടെ ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് പോരാളികൾ ക്ഷീണിച്ചു അല്ലെങ്കിൽ തളർന്നു എന്ന് തോന്നുമ്പോൾ ആ യുദ്ധത്തിൽ അവരുടെ കൂടെയുള്ള അവരുടെ കമാൻഡർ റിട്രീറ്റ് എന്ന് ഉറക്കെ വിളിച്ച് പറയുമെന്നും അങ്ങനെ അവരെല്ലാവരും ആ യുദ്ധം തുടങ്ങിയിടത്തേക്ക് മടങ്ങി വന്ന് അവർ ശക്തി പ്രാപിക്കുന്നത് വരെ അവർ തുടരുകയും ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്. മറ്റൊരു അർത്ഥം ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നത് ബാക്ക് ടു ദ ബേസ് എന്നുള്ള ഒരു അർത്ഥം കൂടെ ഈ വാക്കിനുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നാം തളരുമ്പോഴും നാം ക്ഷീണിക്കുമ്പോഴും നമ്മുടെ തകർച്ചകളുടെ നമ്മുടെ ചിതറപ്പെട്ട അവസ്ഥകളുടെ നടുവിൽ നാം ശക്തി പ്രാപിക്കുവാൻ വേണ്ടി നമ്മുടെ ശക്തി കേന്ദ്രങ്ങളുടെ ഇടയിലേക്ക് നാം മടങ്ങി വരാനുള്ള ഒരു ആഹ്വാനമാണ് റിട്രീറ്റ് എന്നൊരു പദം നമ്മെ ഓർപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം ഉൽപ്പത്തി പുസ്തകം അതിന്റെ 28-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ 22 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം യാക്കോബിന് ദൈവത്തിന്റെ ദർശനം വെളിപ്പെടുന്നതാണ്. ദർശനം വെളിപ്പെടുകയും അദ്ദേഹം ആ ദർശനത്തിന്റെ നടുവിൽ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കറിയാം യാക്കോബ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ വളരെ തകർച്ചകളുടെ നടുവിലാണ് ഈ സ്ഥലത്തോട് നിൽക്കുന്നത്. അവന്റെ കുടുംബവുമായുള്ള ബന്ധത്തിലുള്ള തകർച്ചകൾ, നിത്യജീവനുമായി ബന്ധപ്പെട്ടുള്ള തകർച്ചകൾ, പ്രയാസങ്ങൾ, സഹോദരനുമായിട്ടുള്ള പിതാവുമായിട്ടുള്ള തന്റെ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ വന്നുപോയ ചില തകർച്ചകളുടെയും ചില അകൽച്ചകളുടെയും നടുവിലാണ് ഈ യാക്കോബ് ഇവിടെ ഇരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 20-ാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യാമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഈ ഒരു നിമിഷം പ്രത്യേകിച്ച് ബഹുമാനമുള്ള സഹോദരൻ ആശിഷ് പോൾ പാടിയപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല എന്നൊരു പാട്ട്. ഒരു തകർച്ചയുടെ നടുവിൽ നിൽക്കുന്ന മനുഷ്യൻ എല്ലാവിധമായ രീതിയിലും ജീവിതം കൈപ്പെട്ട് അല്ലെങ്കിൽ ജീവിതം കയ്യിൽ നിന്നും വിട്ടുപോയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ ദൈവത്തെ അറിഞ്ഞവനാണെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ സുന്ദരനായിട്ടും അവൻ ഏറ്റവും കൂടുതൽ മനോഹരനായിട്ടും ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളവനായിട്ടും ഏറ്റവും കൂടുതൽ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം ദൈവത്തെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ അദ്ദേഹം ഈ യാക്കോബ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവം എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്റെ തകർച്ചകളുടെ നടുവിൽ ഏറ്റവും കൂടുതലായിട്ട് താൻ ആഗ്രഹിക്കുന്നത് തന്റെ ദൈവമാണെന്ന് വളരെ വ്യക്തമാണ്. തന്റെ ദൈവവുമായുള്ള ബന്ധത്തിലുണ്ടായ ഒരു തകർച്ച, തന്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ വന്ന ഒരു വിള്ളല് അദ്ദേഹത്തെ വളരെ മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും, അതുകൊണ്ട് ഇനി മുമ്പോട്ടുള്ള എന്റെ യാത്ര, ആ യാത്രയ്ക്ക് വ്യക്തമായ ഒരു ഉദ്ദേശം ഇവിടെ പറയുന്നുണ്ട്. ആ യാത്രയിൽ എന്റെ കൂടെ എനിക്ക് വേണ്ടുന്നത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന എന്റെ ഉപായമോ ഞാൻ ഉപയോഗിച്ചിരുന്ന എന്റെ ചില തെറ്റായ രീതികളോ ചിന്താഗതികളോ ഒന്നുമല്ല, ദൈവം മാത്രമാണ് ഇനി എന്റെ മുമ്പാകെ എന്റെ കൂടെ ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് യാക്കോബ് പറയുക. ശേഷം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, തന്റെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ സകല കാര്യങ്ങളും താളം തെറ്റി കിടക്കുന്ന അവസ്ഥയാണ്. കാരണം പറയുന്നുണ്ട്, എന്നെ കാക്കണം, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം, അതോടൊപ്പം എനിക്ക് ആഹാരം, എനിക്ക് ധരിക്കാനുള്ള വസ്ത്രം, ഇതെല്ലാ കാര്യങ്ങളിലും എനിക്ക് മുമ്പോട്ട് ഇനി എന്റെ ദൈവത്തിന്റെ സഹായമില്ലാതെ മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയുകയില്ല എന്ന് തുടങ്ങുന്ന രീതിയിലുള്ള വളരെ വലിയ തകർച്ചയുടെ നടുവിലാണ് യാക്കോബ് ഇവിടെ നിൽക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലും ഇപ്രകാരം മുമ്പോട്ട് ഇനി ഒരു യാത്ര പോകണമെങ്കിൽ എന്റെ ദൈവത്തിന്റെ ഏറിയ കൃപകളില്ലാതെ, എന്റെ ജീവിതത്തിന്റെ ചെറുതുമായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് കാര്യങ്ങളിലും എന്റെ ദൈവത്തിൻ്റെതാകുന്ന കരുണയില്ലാതെ, ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ മുമ്പോട്ട് കടന്നു പോകുവാൻ കഴിയുകയില്ല എന്ന് നാം ഒക്കെയും തിരിച്ചറിഞ്ഞ നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഈ ഒരു ഭാഗം എന്നെ സ്വാധീനിക്കാൻ കാരണവും ഇതാണ്. പലപ്പോഴും ഇനി എനിക്ക് മുമ്പോട്ടുള്ളൊരു യാത്ര സാധ്യമാകണമെങ്കിൽ അതിന് ദൈവമല്ലാതെ, എന്റെ യാത്ര എന്ന് പറഞ്ഞാൽ യാത്രയിലെ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, യാത്രയിലുള്ള സകല കാര്യങ്ങളും
മുമ്പോട്ട് ഇനി ഒരു അടിയെടുത്ത് വെക്കണമെങ്കിൽ അതിനും ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് ഉള്ള സാഹചര്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്രകാരം തകർച്ചകളുടെ നടുവിൽ, ഒന്നുമില്ലായ്മയുടെ നടുവിൽ ഇവിടെ ദൈവം അവനോട് ഇടപെടുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളുടെ വഴിയിൽ മനുഷ്യന് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, ഇനി മുമ്പോട്ടൊരു യാത്രയില്ലെന്നും ഇനി എനിക്കൊരു നിലനിൽപ്പില്ല എന്നും എന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്നും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ദാവീദൊക്കെ തന്റെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവ എന്നെ കൈവിട്ടുവെന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിഭ്രമങ്ങളുടെ, നമ്മുടെ സുരക്ഷിതത്വമില്ലായ്മകളുടെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിലൊക്കെയും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്: ഇനി മുമ്പോട്ടൊരു യാത്ര ഇല്ല എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ ദൈവം നമ്മുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കാനുള്ള ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്. ഇവിടെ ദൈവം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുക. എന്തിനു വേണ്ടിയാണ് ഇടപെടുന്നത് എന്നുള്ളത് ആ വാക്യം നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അവിടെ പറയുകയാണ്, ഈ യാക്കോബിനെ സംബന്ധിച്ചോളം യാക്കോബിന്റെ യാത്രയ്ക്ക് രണ്ട് ഉദ്ദേശങ്ങളാണ് ഉള്ളത്. തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും താൻ കരുതിയ, തനിക്ക് നഷ്ടമായി പോയ രണ്ട് കാര്യങ്ങളെ വീണ്ടും ക്രമീകരിക്കുവാൻ വേണ്ടിയാണ് മുമ്പോട്ടൊരു യാത്ര ആവശ്യമാണെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ആ യാത്രയിൽ ദൈവം കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ 21-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ. അപ്പന്റെ ഭവനം നഷ്ടപ്പെട്ടു പോയതാണ്, സൗഖ്യം നഷ്ടപ്പെട്ടു പോയതാണ്. ഒരുപാട് മുറിവുകൾ തന്റെ ജീവിതത്തിൽ ആത്മീകമായും ആന്തരികമായും മാനസികമായിട്ടും ഉണ്ടായിട്ടുള്ള മനുഷ്യനാണ് യാക്കോബ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും താൻ പറയുന്ന രണ്ട് തത്വങ്ങൾ ഇതൊക്കെയാണ്: അപ്പന്റെ ഭവനവും സൗഖ്യവും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് അദ്ദേഹം പറയുന്നത് ഒരു മടങ്ങിവരവാണ്. എന്റെ അപ്പന്റെ ഭവനത്തിലേക്കും എനിക്ക് നഷ്ടപ്പെട്ടു പോയ സൗഖ്യത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, നിലനിൽപ്പിന്റെ ഇടങ്ങളിലേക്കും എനിക്ക് ശക്തിയോടുകൂടി മടങ്ങി വരേണ്ടതുണ്ട് എന്നുള്ളതാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ആ ഇടപെടലിനെ യാക്കോബ് എന്ത് ചെയ്യുകയാണ്? അതിനെ വളരെ കാര്യമായിട്ട് കാണുക, ഗൗരവമായിട്ട് കാണുക. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ഏത് തകർച്ചകളുടെ നടുവിലും, എത്രമാത്രം ഈ മണ്ണിൽ നാം ചിതറിയെന്ന് പറഞ്ഞാലും, ജീവിതം എത്രമാത്രം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്ന് ഒരു സാഹചര്യം വന്നാലും, ദൈവം അതിന്റെ നടുവിൽ ഇടപെടുമ്പോൾ, ദൈവം നാം ആഗ്രഹിക്കുന്ന ഒരു സൗഖ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു സൗഖ്യത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നാം തയ്യാറാകണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വർഷം എന്ന് പറയുന്നത് സമർപ്പണത്തിന്റെ വർഷമായിട്ടാണ് നാം എല്ലാവരും ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ സമർപ്പണം എന്ന് പറയുന്നത് ഒരു സൗഖ്യത്തിന് വേണ്ടിയുള്ള സമർപ്പണം ആയിരിക്കണമെന്ന് ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ എന്ന് പറയാനുള്ള കാര്യം ഇതാണ്: ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, വേദനകൾ ഉണ്ടായിട്ടുണ്ട്. ബന്ധുജനങ്ങളുമായിട്ടുള്ള, കൂട്ടുദാസനും കൂട്ടുദാസിയുമായിട്ടുള്ള, നമ്മുടെ ദൈവം നമുക്ക് കൂട്ടായി തന്നിട്ടുള്ള സകലിൽ നിന്നുമുള്ള ബന്ധങ്ങളിലൊക്കെയും ചില തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൊക്കെയും തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ആഴമായി ഏൽപ്പിച്ച ചില മുറിവുകളുണ്ട്. ഇതിന്റെ നടുവിൽ മുമ്പോട്ടൊരു യാത്ര ആഗ്രഹിക്കാൻ നമ്മെ കൊണ്ട് കഴിയണമെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ദൈവം കൂടെയുള്ള ഒരു യാത്ര. എന്റെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ദൈവം കർത്താവായി കടന്നു വരുന്ന ഒരു യാത്ര. ആ യാത്ര നമുക്ക് തരാൻ പോകുന്ന സൗഖ്യത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണമെന്നാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഞാൻ പറയട്ടെ, തകർച്ചകൾ കടന്നു വരുമ്പോൾ ആ തകർച്ചയുടെ നടുവിൽ ദൈവം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി അവതരിച്ച് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, നാം ഒരിക്കലും കാണുകയില്ല എന്ന് വിചാരിച്ച ദർശനങ്ങളെ നമുക്ക് തരുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെന്നുള്ള വാഗ്ദത്തങ്ങൾ തരുമ്പോൾ, ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ തരുന്ന സൗഖ്യത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഈ നാളുകളിൽ നമുക്കിടയാകണം. ഇവിടെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ദൈവം എന്റെ കൂടെ ഉണ്ടാകണം. എന്റെ എല്ലാ ചിന്തകളിലും ഞാൻ കഴിഞ്ഞ നാളുകളിൽ അനുസരിച്ചിരിക്കുന്ന ചില ഉപായങ്ങളെ ആണെങ്കിൽ, ചില തെറ്റായ ആലോചനകളെ ആണെങ്കിൽ, അല്ലെങ്കിൽ ചില തെറ്റായ ചിന്തകളെ ആണെങ്കിൽ, ഇനി മുമ്പോട്ടുള്ള എന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും, എന്റെ വാക്കുകളെയും, എന്റെ പ്രവൃത്തികളെയും, എന്റെ മുൻഗണനകളെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുവാൻ എന്റെ ദൈവം എന്റെ ജീവിതത്തിന്റെ ആഹാരമായിക്കോട്ടെ, എന്റെ വസ്ത്രമായിക്കോട്ടെ, എന്റെ സംരക്ഷണ ആയിക്കോട്ടെ, എല്ലാത്തിനും മേലുള്ള പരിപൂർണ സമർപ്പണത്തിന്റെ കേന്ദ്രമായിട്ട് എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടാകണമെന്നും, അങ്ങനെ ദൈവവുമായിട്ട് ഒരുമിച്ചുള്ള യാത്രയിൽ
എനിക്ക് എന്റെ സകല മുറിവുകളിൽ നിന്നും സകല തകർച്ചകളിൽ നിന്നും സൗഖ്യം വേണമെന്ന് പറഞ്ഞ് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ ഒരു നല്ല ഭാവി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് സ്വപ്നം കാണുവാനായിട്ടും ഈ സമർപ്പണത്തിന്റെ വർഷങ്ങളിൽ നമുക്ക് സാധിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇനി മുമ്പോട്ടുള്ള ഒരു വർഷം, പുതുവർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ വ്യക്തിപരമായിട്ട് ഈ ഒരു വേദഭാഗം എന്നെ അത്രമാത്രം സ്വാധീനിക്കാൻ കാരണം ഇതാണ്. പലപ്പോഴുമുള്ള എന്റെ വേദനകളുടെയും പ്രയാസങ്ങളുടെയും നടുവിലുള്ള എന്റെ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഇതൊക്കെയും കേൾക്കാതെ എനിക്ക് ദൂരസ്ഥനായിട്ടിരിക്കുന്ന, എനിക്കൊട്ടും സമീപസ്ഥനല്ലാത്ത ഒരു ദൈവമാണെന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നിന്നും ഞാൻ വിളിക്കുമ്പോൾ തന്നെ എന്റെ അടുത്തുണ്ടെന്നും എന്റെ ഇനി മുതലുള്ള എല്ലാ കാര്യങ്ങളെയും ഏറ്റെടുത്ത് ക്രമീകരിക്കാൻ തക്കവണ്ണം ദൈവം ശക്തനാണെന്നുമുള്ള തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് ആ അനുഭവം പങ്കുവെക്കുവാൻ വേണ്ടിയാണ് നിങ്ങളോട് ഈ വചനത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ ജീവിതങ്ങളിൽ തകർച്ചകളുടെ നടുവിൽ ഇനി നമ്മെ നയിക്കുവാനൊരു ദൈവം ഉണ്ടെന്നും ആ ദൈവവുമായിട്ടുള്ള ഒരുമിച്ചുള്ള യാത്ര നമ്മെ കൊണ്ടെത്തിക്കുന്നത് നാം ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല എന്ന് വിചാരിച്ച, നമ്മുടെ ജീവിതങ്ങളിൽ കരഗതമാകുകയില്ല എന്ന് നാം വിചാരിച്ചാൽ ശുഭഭാവിയിലേക്കാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ദൈവത്തിന്റെ കരം പിടിച്ച് നടക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കണം എന്ന് പറയുക. അപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞതാണ്, യാക്കോബിന്റെ ജീവിതത്തിൽ ചില മുറിവുകൾ ഉണ്ടായിരുന്നു. ആ മുറിവുകളുമായി നടന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയാണ്. ആ ഇടപെട്ട് കഴിയുന്ന മനുഷ്യൻ, ആ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ ആ ഇടപെടുന്ന അവസ്ഥകളെ ഒരു പരിപൂർണ സൗഖ്യത്തിന്റെ ആഹ്വാനമായി കണ്ട് അതിനുവേണ്ടി യാക്കോബ് തന്നെ സമർപ്പിക്കുക. അപ്പോൾ ദൈവം അവന്റെ ജീവിതത്തിൽ അവന്റെ തകർച്ചകളെ ക്രമീകരിച്ചു കൊടുക്കുന്ന, ഒരു കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ അവന്റെ ജീവിതത്തിൽ സാധ്യമാക്കി കൊടുക്കുന്ന ചില സാഹചര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് എന്തൊക്കെയാണ് യാക്കോബിന്റെ ജീവിതത്തിൽ യാക്കോബിനെ ദുഃഖിപ്പിച്ച മുറിവുകൾ എന്തൊക്കെയാണെന്നും അതിലൂടെ ദൈവം എങ്ങനെയാണ് സൗഖ്യം കൊടുത്തതെന്നും മാത്രം 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് യാക്കോബിന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ വലിയൊരു മുറിവ് എന്താണ്, വലിയൊരു തെറ്റ് എന്താണെന്ന് പറയാം. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം, 27-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. തന്റെ അപ്പനായ ഇസഹാക്ക് ഏശാവിനെ വിളിച്ചിട്ട് പറയുകയാണ്, അദ്ദേഹത്തിന് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അത് തിന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി നീ ചെയ്യണമെന്ന് പറയുമ്പോൾ യാക്കോബും തന്റെ അമ്മയും കൂടെ ഏശാവിനെ കബളിപ്പിച്ച് ആ അനുഗ്രഹം തട്ടിയെടുക്കുന്ന സാഹചര്യമാണ്. ഇവിടെ എന്താണ് യാക്കോബിനെ പറ്റിയപ്പോ ഏറ്റവും വലിയ തെറ്റെന്ന് അറിയാമോ? പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാൻ നാം ചെയ്തു പോകുന്ന തെറ്റിന്റെ ഒരു മുൻകാല അനുഭവമായത്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ 27-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ പറയുകയാണ്, ഏശാവോ വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി. അതായത് തന്റെ പിതാവിനെ കബളിപ്പിച്ച് യാക്കോബും തന്റെ അമ്മയും കൂടെ ഈ ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്റെ ഉറ്റ സഹോദരൻ എവിടെയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ പറയുകയാണ്, ഏശാവോ വേട്ട തേടി കാട്ടിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്, തന്റെ സഹോദരന്റെ ജീവിതം ക്രമപ്പെടാതെ കിടക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമാകുന്ന, ഏറ്റവും വിലയേറിയതെന്ന് കരുതുന്ന, ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് കരുതുന്ന ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, അവന്റെ ജീവിതം ഓർഡർലെസ് ആയിട്ട് കിടക്കുമ്പോൾ, അവന്റെ ജീവിതത്തിന്റെ കൃത്യമാകുന്ന ക്രമങ്ങളൊന്നും ഇല്ലാതെ കിടക്കുമ്പോൾ, സഹോദരൻ അല്പം പോലും ഉയരാതെ കിടക്കുമ്പോൾ, അവനെക്കുറിച്ച് വിചാരമില്ലാതെ സ്വന്തമായി സന്തോഷങ്ങളെ സൃഷ്ടിക്കുവാൻ, അവന്റെ നിലനിൽപ്പിനെ ഇല്ലാതാക്കി, അവനെ ഒന്നുമല്ലാതാക്കി, അവനെ മനസ്സുകൊണ്ട് മറന്നു കളഞ്ഞ് സ്വന്തം അനുഗ്രഹത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിച്ചതാണ് യാക്കോബ് എന്ന് പറഞ്ഞ സഹോദരന്റെ ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടാകാനുണ്ടായ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടെ ലളിതമാക്കി പറഞ്ഞാൽ, തന്റെ സഹോദരൻ കാട്ടിൽ എവിടെയോ അധ്വാനിക്കുന്നു, അവൻ ജീവനോടെ ഉണ്ടോ, അവൻ ഭക്ഷിച്ചോ, ഏതെങ്കിലും ജന്തുക്കൾ അവനെ കൊന്നുകളഞ്ഞോ, അവൻ മടങ്ങി വരുമോ എന്നുള്ള ചിന്തകളൊന്നും ഭരിക്കാതെ അവനെ അപ്പാടെ മനസ്സുകൊണ്ട് തന്റെ സ്നേഹത്തിൽ നിന്നും തന്റെ ചിന്തകളിൽ നിന്നും ഒക്കെ മറന്നു കളഞ്ഞ് അവനെ ഉപേക്ഷിച്ചിട്ട് അവനില്ലാതെ സന്തോഷങ്ങളെ ഉണ്ടാക്കിയെടുക്കുവാൻ ആഗ്രഹിച്ചതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ. എന്നാൽ വീണ്ടും നാം വേദഭാവം വായിക്കുമ്പോൾ നമുക്കറിയാം, 33-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടുത്തെ അപകടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട തെറ്റ് യാക്കോബിന് സംഭവിച്ചതോടെ നാം പറഞ്ഞു കഴിഞ്ഞു, സഹോദരനെ നിസ്സാരനായിട്ട് കണ്ടു കഴിഞ്ഞു. സുവിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്, സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ അഗ്നിനരകത്തിന് യോഗ്യനാകും, സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റൊരു വേദഭാഗം പറയുകയാണ്,
മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ഒരു ആവിഷ്കാരം അവിടെ പറയുകയാണ്, അവൻ തേജസ്സോടു കൂടി കടന്നു വരുമ്പോൾ തന്റെ മുമ്പിലുള്ളവരെ ഇടതും വലതുമായിട്ട് മാറ്റി നിർത്തും. വലത് ചെമ്മരിയാടുകളെ പോലെ മാറ്റി നിർത്തുകയും ഇടത് കോലാടുകളെ പോലെ മാറ്റി നിർത്തുകയും ചെയ്യും. അപ്പോൾ രണ്ടുപേരെയും മാറ്റി നിർത്താൻ വേണ്ടി ക്രിസ്തു കണ്ടെത്തുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഹോദരൻ, പലരും ഒരുപാട് പേര് ക്രിസ്തുവിന്റെ അടുത്ത് മനുഷ്യരുടെ അടുത്ത് കടന്നു വരുന്നതായിട്ട് പറയുന്നുണ്ട്. വിശന്നവരായും അല്ലെങ്കിൽ ദാഹിക്കുന്നവരായും തടവുകാരായും നഗ്നരായും രോഗിയായിട്ടും ഒക്കെ കടന്നു വരുന്നവരെ കുറിച്ച് ആ വേദഭാഗത്തിൽ പറയുന്നത്. എന്നാൽ ഇവർക്കൊക്കെയും മനുഷ്യൻ കൊടുത്ത ഇമ്പോർട്ടൻസ്, ഇവർക്കൊക്കെയും മനുഷ്യൻ കൊടുത്ത ഗൗരവം, ആ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തു ആളുകളെ ചെമ്മരിയാടുകളായിട്ടും കോലാടുകളായിട്ടും തിരിക്കുന്നത്. അവിടെ പറഞ്ഞു വരുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴും ദാഹിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നു, നിങ്ങൾ എനിക്ക് ദാഹിക്കുന്നതിന് കുടിപ്പാൻ തന്നു, ആഹാരം തന്നു, നിങ്ങൾ കർത്താവിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ ഇടതുവശത്തോട് പറയുന്നു, ഞാൻ പലപ്പോഴും വന്നു, എന്നാൽ എന്നെ വേണ്ടതിൽ നിങ്ങൾ കരുതിയില്ല, നിസ്സാരമായിട്ട് നിങ്ങൾ കണ്ടു, നിങ്ങൾ മറന്നു കളഞ്ഞു, നിങ്ങളുടെ ഓർമ്മകളിൽ പോലും ഇല്ലാത്ത രീതിയിൽ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ നിത്യദണ്ഡനത്തിലേക്ക് പോകും. അതുകൊണ്ട് സഹോദരനിൽ ദൈവത്തെ കാണുവാൻ കഴിയാത്തതാണ്, സഹോദരനെ ഏറ്റവും നിസ്സാരമായിട്ടും മറന്നു കളയുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഏറ്റവും വലിയ പ്രയാസങ്ങളും ഏറ്റവും വലിയ മുറിവുകൾ ഉണ്ടാക്കുന്ന സംഗതികൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്കറിയാം, രണ്ടാമത് വായിക്കുമ്പോൾ 33-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ആ സഹോദരങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ കണ്ടുമുട്ടി അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ക്രിസ്തു അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് അവരുടെ ജീവിതത്തിന്റെ പരിക്കുകളെ മാറ്റുന്നെന്ന് പറയാൻ ആഗ്രഹിക്കുക. പറയുന്നുണ്ട്, രണ്ടുപേരും കരഞ്ഞു എന്ന് പറയുന്നു. അതായത് രണ്ടുപേരും ആ നാളുകൾ ഉണ്ടാക്കിയെടുത്ത യാക്കോബിനുണ്ടായിരുന്ന പേടിയും ഏശാവിനുണ്ടായിരുന്ന പകയും എല്ലാം അലിഞ്ഞു തീർന്ന്, എല്ലാത്തിനും അപ്പുറത്ത് ഞാൻ മറന്നു കളഞ്ഞ എന്റെ സഹോദരനാണ് വലുതെന്നും ഞാൻ കൊല്ലുവാൻ വേണ്ടി കാത്തിരുന്ന സഹോദരനാണ് ഏറ്റവും പ്രധാനപ്പെട്ടവരെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പകയും അവരുടെ പേടിയും അവരുടെ വിദ്വേഷവും എല്ലാം കരച്ചിലായി മാറി, വലിയ സന്തോഷമായിട്ട് മാറി അവർ ഒരുമിക്കുന്നിടത്താണ് അവരുടെ ജീവിതത്തിലുണ്ടായ മുറിവുകളെ ദൈവം ക്രമീകരിക്കുന്നത്. വീണ്ടും താഴ്ത്തു വായിക്കുമ്പോൾ അവിടെ ആ ഭാഗത്ത് പറഞ്ഞു 33-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിന്റെ 10 മുതലൊക്കെ താഴ്ത്തു വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ എന്ന് പറയുക. അതായത് മറന്നു കളഞ്ഞ സഹോദരനിൽ ദൈവത്തിന്റെ മുഖം കാണുവാണ്ട് സാധിക്കുന്നിടത്താണ് യാക്കോബിന്റെ ഉള്ളിലെ മുറിവ് ഉണങ്ങുവാണ്ട് യാക്കോബ് പരിപൂർണമാകുന്ന സൗഖ്യത്തിലേക്ക് മടങ്ങി വരുന്നത്. നാം പറഞ്ഞു കേട്ട പുതിയ നിയമവേദ ഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നത്? നമ്മളൊക്കെ മറന്നു കളഞ്ഞ, നമ്മുടെ മുമ്പിൽ കടന്നു വന്ന സഹോദരനിൽ ദൈവത്തിന്റെ മുഖം കാണുവാൻ നമുക്ക് കഴിയുന്നിടത്താണ് നമ്മുടെ സൗഖ്യം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് യാക്കോബിന് പറ്റിപ്പോയ കുഴപ്പമെന്ന് പറയുന്നത് സഹോദരനെ മറന്നു കളഞ്ഞു, സഹോദരനെ കൊടുങ്കാട്ടിൽ അവന്റെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞു. എന്നാൽ വീണ്ടും കണ്ട് സഹോദരനിൽ ദൈവത്തെ കാണുവാനായിട്ട് ഇടയായി. രണ്ടുപേരുടെയും ജീവിതത്തെ ദൈവം ഒരുപോലെ സൗഖ്യമാക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൈമാറുമ്പോൾ ജ്യേഷ്ഠൻ പറയുകയാണ്, സഹോദര എനിക്ക് വേണ്ടുന്നതുണ്ട്. താഴ്ത്തു വായിക്കുമ്പോൾ യാക്കോബ് പറയാണ്, എനിക്കും വേണ്ടുവോളം ഉണ്ട്. എന്തിന്റെ എല്ലാം പേരിൽ തമ്മിലടിച്ചോ, എന്തിന്റെ എല്ലാം പേരിൽ പരസ്പരം മാറിപ്പോയോ, ആ കുറവുകളൊന്നും ഇല്ലാതെ രണ്ടുപേരെയും ഒരുപോലെ ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് നമ്മുടെ സഹോദര ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ വ്യക്തി ബന്ധങ്ങളിൽ, സഭയിലെ വിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിൽ, നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയ സകല കുറവുകളെയും ദൈവം ഇടപെട്ട് ശുദ്ധീകരിപ്പാൻ, സൗഖ്യമാക്കുവാൻ ദൈവം തയ്യാറാണ്. ഇവിടെ പറയുക, യാക്കോബിനെ മാത്രമല്ല ആ ദീർഘകാലം കൊണ്ട് അവൻ സൗഖ്യപ്പെടുത്തിയത്, ഏശാവിന്റെ മനസ്സിലുണ്ടായ മുറിവുകളെ സൗഖ്യപ്പെടുത്തി. അതിനൊക്കെ കാരണമെന്ന് പറയുന്നത് യാക്കോബിന്റെ കൃത്യമായ തെരഞ്ഞെടുപ്പാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ പറയുകയാണ്, ഒരുവന്റെ വഴി മനുഷ്യന് ചൊവ്വായി തോന്നുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് കൂടെ ഇണക്കുന്നു. യാക്കോബിന്റെ വഴി ദൈവത്തിന് ചൊവ്വായിട്ട് തോന്നി. ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്രകളിൽ ദൈവത്തിന്റെ കരം പിടിച്ചാണ് ഞാൻ നടക്കാൻ പോകുന്നത് യാക്കോബ് തീരുമാനപ്പെടുത്തപ്പോൾ ആ വഴികളിൽ പ്രസാദം തോന്നിയ ദൈവം തന്റെ സഹോദരനെയും സൗഖ്യപ്പെടുത്തി. അവർ രണ്ടുപേരും തമ്മിലുള്ള സകല വിദ്വേഷങ്ങളും പകയും പേടിയും എല്ലാം മറന്ന് ഒരുമിക്കുവാൻ, അവർക്ക് രണ്ടുപേർക്കും ആവശ്യത്തിനുള്ളത് ഉണ്ട് എന്ന് പരസ്പരം പറയുവാൻ, സഹോദരന്റെ മുഖത്ത് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ മുഖം കാണുവാൻ തക്കവണ്ണം ഒരു വലിയ ഹീലിംഗ് പ്രോസസ് അവിടെ നടന്നു. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ ബന്ധങ്ങളിൽ
ദാമ്പത്യ ജീവിതത്തിലോ, മക്കളുമായുള്ള ബന്ധത്തിലോ, മാതാപിതാക്കളുമായുള്ള ബന്ധത്തിലോ, ഒരുമിച്ച് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ ആളുകളുമായുള്ള ബന്ധത്തിലോ, സഭയുമായിട്ടുള്ള ദേവദാസന്മാരുമായുള്ള ബന്ധത്തിലോ, സഭാജനങ്ങളുമായുള്ള ബന്ധത്തിലോ എന്തെങ്കിലും വിള്ളലുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് ശേഷിച്ച കാലങ്ങളെ ക്രമീകരിപ്പാൻ, ഇനിയുള്ള കാര്യങ്ങൾ ദൈവമേ എന്റെ ആഹാരവും വസ്ത്രവും അടങ്ങുന്ന അതുപോലെയുള്ള ഞാൻ ചെറുതായിട്ടും വലുതായിട്ടും കാണുന്ന സകല കാര്യങ്ങളുടെയും ഭരണകർത്താവായിട്ട് കർത്താവേ നീ വരണമെന്നും നിന്റെ കരം പിടിച്ചാണ് നീ മുമ്പോട്ട് ഞാൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നും അതിലൂടെ നീ തരുന്ന സൗഖ്യം, എന്റെ അപ്പന്റെ ഭവനത്തിലേക്കുള്ള ആ മടങ്ങിപ്പോക്കിനുള്ള ആഹ്വാനം, സൗഖ്യവും നീ തരണമേ എന്ന് പറഞ്ഞ് നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ബന്ധങ്ങളിൽ വന്നുപോയ സകല തകർച്ചകളെയും ദൈവം ക്രമീകരിപ്പാൻ തയ്യാറാണ്. നാം ഇടപെട്ട് പരിഹരിപ്പാൻ കഴിയാത്ത ഇടങ്ങളിലും, നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത വ്യക്തികളോടും, നമുക്ക് ഇടപെടാൻ കഴിയാത്ത സകല മേഖലകളിലും പോയി സകല കുറവുകളെയും തീർത്ത് എല്ലാവരെയും നമ്മോട് ഇണക്കുന്ന, സകല തകർച്ചകളെയും ഒന്നിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുമെന്നാണ് പറയുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഇനിയുള്ള യാത്ര എന്റെ ദൈവത്തോടൊപ്പമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. എനിക്ക് സൗഖ്യം വേണമെന്നും എനിക്ക് ആ സൗഖ്യം ലഭിക്കുമെന്നും അതിനെന്റെ ദൈവത്തിന്റെ കരം പിടിച്ചേ മതിയാവുകയുള്ള ഉറച്ച തീരുമാനത്തോടെ മുമ്പോട്ട് പോയാൽ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ സകല തകർച്ചകളെയും, ബന്ധങ്ങളിലുണ്ടായ നഷ്ടപ്പെട്ടു പോയ സകല ബന്ധങ്ങളെയും പുനഃക്രമീകരിപ്പാൻ, റീസ്റ്റോർ ചെയ്യുവാൻ ദൈവം തയ്യാറാണ്. അങ്ങനെ ഒരു സൗഖ്യം തരുവാനായിട്ട് ദൈവം തയ്യാറാണ്. രണ്ടാമതായിട്ട് യാക്കോബിന്റെ ജീവിതത്തിൽ വന്നുപോയ മറ്റൊരു മുറിവിന്റെ പ്രധാനപ്പെട്ട കാരണം, വളരെ ഗൗരവമേറിയ ഒരു കാരണമായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. അവിടെ നമ്മൾ വീണ്ടും ആ ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം നാം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യാക്കോബ് ഉപായത്തിലൂടെ ചില ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് ഒരു മൃഗത്തെ പിടിച്ച് അതിനെ പാകം ചെയ്ത് അപ്പന്റെ അടുക്കൽ കൊണ്ടുവന്ന് അപ്പന് കൊടുക്കുമ്പോൾ അപ്പൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മകനെ നിനക്കിത് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചു. അതിന് യാക്കോബ് പറഞ്ഞതിന് മറുപടിയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് യാക്കോബിന്റെ ജീവിതത്തിൽ വന്നുപോയ ഏറ്റവും ഗുരുതരമായ വീഴ്ച ഇതാണ്. യാക്കോബിന്റെ ജീവിതത്തിൽ നഷ്ടമുണ്ടാകുവാൻ, യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകുവാൻ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാ. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ തെറ്റിതാ. എന്താണെന്നറിയാമോ? യാക്കോബ് ചെയ്ത വളരെ വലിയൊരു തെറ്റ് എന്തായിരുന്നു? സഹോദരനെ മറന്നു കളഞ്ഞിട്ട്, അപ്പനെ പറ്റിച്ച് കളഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനൊരു കാര്യം ചെയ്തു. എന്നിട്ട് ഇതിന്റെ കാരണക്കാരനായിട്ട് താൻ അവതരിപ്പിക്കുന്ന ആരെയാണെന്നറിയാമോ? പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ ഇത് എന്റെ നേർക്ക് വരുത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ച ഈ ചതിയുടെയും ഞാൻ കാണിച്ച ഈ വഞ്ചനയുടെയും തെറ്റിന്റെയും സഹോദരനോട് കാണിച്ച സകല തിന്മകളുടെയും സഹായകനായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവമാണെന്ന് വരുത്തി തീർക്കാനുള്ള, തന്റെ വാക്കുകളിലൂടെ അവതരിപ്പിക്കാനുള്ള യാക്കോബിന്റെ ഒരു ശ്രമം. അതായത് ഞാൻ ചെയ്ത തെറ്റിന്റെ കാരണക്കാരനായിട്ട് ദൈവത്തെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പാപം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് നാം കൊണ്ടു നടക്കുന്ന ഒരു ദൈവം, നാം കാണിച്ചു കൊടുക്കുന്ന ദൈവം, ആ ദൈവത്തിന് മറ്റുള്ളവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു രൂപം എന്താണെന്ന് നാം പലപ്പോഴും ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഇവിടെ യാക്കോബിന് ഇസഹാക്കിനെ സംബന്ധിച്ച് ഇസഹാക്ക് കൊണ്ട് പറയുക, നിന്റെ ദൈവമാണ് ഈ ചതിക്ക് എന്നോട് കൂട്ട് നിന്നത്, നിന്റെ ദൈവമാണ് ഈ ചതി പ്രക്രിയയിൽ എന്റെ കൂടെ നിന്ന് എനിക്കിത് വരുത്തി തന്നൊക്കെ പറയുക. പലപ്പോഴും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളുടെയും ആളായിട്ട് നാം അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെ അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണെന്നറിയാമോ, പുറം ലോകത്ത് നിന്ന് കാണുന്ന ആളുകളൊക്കെയും നാം കാണിക്കുന്ന നമ്മുടെ ക്രിസ്തുവാകുന്ന ദൈവം ആക്രമണത്തിന്റെയും തമ്മിലടിയുടെയും ഗ്രൂപ്പ് കളിയുടെയും കുതികാൽവെട്ടിന്റെയും ദൈവവുമായിട്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ സഭാ ജീവിതം കൊണ്ടും നമ്മുടെ സഭയിലെ ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ടും വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ കൊണ്ടും പലപ്പോഴും ക്രിസ്തുവിന് അങ്ങനെ ഒരു മുഖം ഈ ലോകത്ത് കെട്ടിപ്പോകുന്നുണ്ട്. അതിന്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചില തെറ്റുകളാണ്. നമ്മൾ ക്രിസ്തുവിനെ അവതരിപ്പിച്ചിൽ വന്നത് തെറ്റുകളാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുക, വളരെ ചെറിയ ഉദാഹരണം. ഞാൻ നേരിട്ട് കണ്ടതായതുകൊണ്ടാണ് ആ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിന്റെ ഭിത്തിയിൽ ഒരു കലണ്ടർ തൂങ്ങിക്കിടക്കുകയാണ്. ആ കലണ്ടറിൽ ക്രിസ്തുവിന്റെ രൂപമുണ്ട്. ആ ക്രിസ്തുവിന്റെ രൂപം എന്ന് പറയുമ്പോൾ ആ ക്രിസ്തുവിന്റെ രൂപത്തിന് ഒരു തിരുഹൃദയം അവിടെ ഉണ്ട്. ആ തിരുഹൃദയം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നൊരു കുഞ്ഞു ചോദിക്കുകയാണ്, അവന്റെ അപ്പനോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ആ തിരുഹൃദയം അങ്ങനെ കത്തുന്നത് എന്ന് ചോദിച്ചു. അത് തിരുഹൃദയം ഒരു സിമ്പിൾ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. പക്ഷെ ചോദിച്ചപ്പോൾ ഈ അപ്പൻ പറഞ്ഞൊരു ഉത്തരമുണ്ട്, ക്രിസ്തു ആ വീഞ്ഞെല്ലാം കുടിച്ച് ക്രിസ്തുവിന്റെ ഹൃദയം കത്തുന്നതാണെന്ന് കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത്, പലപ്പോഴും വികലമായ കാഴ്ചപ്പാടുകളെ ദൈവത്തെക്കുറിച്ച് ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കുവാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെ നമ്മൾ അങ്ങനെ വരുത്താറുണ്ട്.
ഇവിടെ യാക്കോബും ചെയ്തതാ. യാക്കോബ് വലിയ കൊടും പാതകം ചെയ്തു, വലിയൊരു ചതി ചെയ്തു. എന്നിട്ട് പറയുക, അതിനെന്നെ സഹായിച്ച ദൈവമാണെന്ന് പറയുക. ഞാനൊരു അക്രമത്തിന്റെ വക്താവായിട്ട് ക്രിസ്തുമാർഗത്തിലും ക്രിസ്തുവിന്റെ പേരിൽ നിന്നിട്ട് ഞാൻ അഴിച്ചുവിടുന്ന അക്രമമാണെങ്കിൽ, ഞാൻ അക്രമത്തിന്റെ ഒരു ആളായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഞാൻ കൊണ്ടു നടക്കുന്ന എന്റെ ക്രിസ്തുവിന്റെ പേരിനെ ഞാൻ ലോകത്തിൽ അവതരിപ്പിക്കുന്നത് അതിക്രമത്തിന്റെ ദൈവമായിട്ടാണ്. പലപ്പോഴും നമ്മുടെ സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പകയുടെയും വൈരാഗ്യത്തിന്റെയും വ്യത്യസ്തമാകുന്ന ആരാധന രീതികളുടെ പേരുള്ള അടിയുടെയും ബഹളത്തിന്റെയും ഒക്കെ ആളായിട്ട് നാം അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെ അവതരിപ്പിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയാമോ? കുറച്ചുകൂടെ തെളിച്ച് ഈ ഭാഗം മനസ്സിലാക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ പേരിൽ നമ്മൾ നടക്കുന്നു, ദൈവത്തിന്റെ കൂടെ നമ്മൾ നടക്കുന്നു, ദൈവത്തിന്റെ പേരും ചുമലിലേറ്റിക്കൊണ്ട് നടക്കുന്നു. പക്ഷേ ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കാതെ ദൈവത്തിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലോകത്തിന് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിന് സമർപ്പണം എന്ന് പറയാൻ സാധിക്കും. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പള്ളിയിൽ വന്നില്ല എങ്കിലും, ആരാധനയിൽ പങ്കെടുക്കുന്നില്ല എങ്കിലും, കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനം വായിക്കുന്നില്ല എങ്കിലും, പഠിക്കുന്നില്ല എങ്കിലും, എന്റെ ഉള്ളിൽ ദൈവമുണ്ട്, എന്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. പക്ഷെ ഇതിനെ സമർപ്പണം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. യോനയുടെ കഥ പഠിക്കുമ്പോൾ നമുക്കറിയാം, യോന തർശീസിലേക്ക് പോകുമ്പോൾ, ആ പോകുന്ന വഴിയിൽ കപ്പലിൽ വലിയ പ്രയാസം ഉണ്ടാകുമ്പോൾ പറയുന്നുണ്ട്, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട്. നീ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഒരു എബ്രായനാണെന്ന് പറയുന്നു, കടലും കരയും ഉണ്ടാക്കി യഹോവയെ നമസ്കരിച്ച് ആരാധിച്ചു വരുന്നതാണെന്ന് പറയുന്നുണ്ട്. ശരിയാണ്, അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ്, ദൈവത്തിന്റെ നാമം വഹിക്കുന്നവനാണ്, ദൈവമല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാത്തവനാണ്. പക്ഷേ അവൻ സമർപ്പണത്തിന്റെ പാതയിലാണ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം അവന്റെ ഹൃദയം ദൈവത്തിന് അനുകൂലമല്ല, അവൻ കൈമാറുന്ന സന്ദേശം ഒരുപക്ഷെ ദൈവത്തിന് അനുകൂലമല്ല. പലപ്പോഴും ഞാൻ വഹിക്കുന്ന ദൈവത്തിന്റെ പേരുണ്ട്, ഞാൻ കൊണ്ടു നടക്കുന്ന ദൈവത്തിന്റെ രൂപമുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ വിശ്വാസി എന്ന് ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോഴും, ഞാൻ ദൈവത്തിന്റെ വേലക്കാരനാണെന്ന് എന്നെക്കുറിച്ച് പറയുമ്പോഴും, എന്റെ പ്രവൃത്തികളോട് ചേർത്ത് വിധിക്കപ്പെടുന്ന ദൈവനാമമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പലപ്പോഴും എന്റെ ജീവിതത്തിന്റെ പ്രവൃത്തികൾ ആ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കത്തില്ല. അതുകൊണ്ട് എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ അല്ലെങ്കിൽ ചിന്തകളൊക്കെ, ഞാൻ കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ ഒരുപക്ഷെ ആ ദൈവത്തിന് അനുകൂലമായതാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് ഇവിടെ യാക്കോബിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ്, തെറ്റ് ചെയ്യാൻ അവനെ സഹായിച്ചത് ദൈവമാണെന്ന് പറഞ്ഞ് ദൈവത്തെ ചതിയുടെയും വഞ്ചനയുടെയും അപ്പോൾ നടന്ന ആ തെറ്റിന്റെയും ആളായിട്ട് ചിത്രീകരിപ്പാൻ പലപ്പോഴും നടന്നു. നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും നാം എങ്ങനെയൊക്കെയാണ് ഈ ലോകത്തിന് ദൈവത്തെ അവതരിപ്പിച്ചു കൊടുക്കുന്നത്? ആക്രമണത്തിന്റെ ആളായിട്ടും, ചതിയുടെ ആളായിട്ടും, വഞ്ചനയുടെ ആളായിട്ടും, ചില ഗ്രൂപ്പുകളുടെ കൂടെ മാത്രം നിൽക്കുന്ന ആളുകളുടെ ഒരു പ്രതിനിധിയായിട്ടും ഒക്കെ ദൈവത്തെ നാം അവതരിപ്പിക്കാറുണ്ട്. പലപ്പോഴും പല ആളുകളും നമ്മിൽ നിന്ന് മനസ്സിലാക്കുന്ന ക്രിസ്തുവിന്റെ രൂപങ്ങൾക്ക് ഒരുപാട് വികലമായ കാഴ്ചപ്പാടുകളുണ്ട്. എന്നാൽ അത്രമാത്രം ഗൗരവമായ തെറ്റുകൾ ചെയ്തിട്ടും ഈ യാക്കോബിന്റെ ജീവിതത്തെ ദൈവം എങ്ങനെയാണ് വീണ്ടും ക്രമീകരിക്കുന്നത് പറയുമ്പോൾ, അവിടെ നാം വീണ്ടും നമ്മൾ വായിക്കുകയാണ്, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുകയാണ്. അങ്ങനെ ദൈവം പറഞ്ഞത് കേട്ട് യാക്കോബ് ബഥേലിലേക്ക് മടങ്ങി പോവുകയും അവിടെ ചെന്ന് യാഗപീഠം ഉണ്ടാക്കുകയും ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നാം പുറപ്പെട്ട ബഥേലിലേക്ക് പോകുക. 3-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകുക, എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ ഒരു യാഗപീഠം ഉണ്ടാക്കും. ഇവിടെ ഇവൻ ദൈവത്തെക്കുറിച്ച് പറയുന്നത് വളരെ കൃത്യമായ പ്രസ്താവനയാണ്, വളരെ ആത്മാർത്ഥമായ പ്രസ്താവനയാണ്, വളരെ സിൻസിയറായിട്ട് ജീവിതത്തിന്റെ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള പ്രസ്താവനയാണ്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ അവൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് ദൈവത്തിനെതിരായ ഒരു പ്രസ്താവനയായിരുന്നു, ദൈവത്തിന് ചേരാത്തൊരു പ്രസ്താവനയായിരുന്നു, ദൈവത്തിന്റെ സകല എക്സിസ്റ്റൻസിനും എതിരായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു. ദൈവത്തിന്റെ പേര് വഹിക്കുന്നെങ്കിലും അവൻ ദൈവത്തെക്കുറിച്ച് പറയുന്നതും തമ്മിൽ ബന്ധങ്ങളില്ലായിരുന്നു. എന്നാൽ ആഴമേറിയ അനുഭവങ്ങൾ ദൈവം അവന് നൽകിയപ്പോൾ, ദൈവം അവന്റെ ജീവിതത്തിൽ അവൻ ചോദിച്ചതൊക്കെ കൂടെ ഇരുന്നപ്പോൾ, അവന്റെ ജീവിതത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ദൈവം അവനെ സഹായിച്ചപ്പോൾ, അവൻ ദൈവത്തെക്കുറിച്ച് വളരെ ആത്മാർത്ഥമായ പ്രസ്താവന പങ്കുവെക്കുക, പറയുകയാണ്, എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേട്ട ദൈവം, ഞാൻ പോയ വഴിയിൽ എന്റെ കൂടെ ഇരുന്ന ദൈവം. അതുകൊണ്ട് ദൈവദാസൻ എന്ന നിലയിൽ എന്നെ ഒരുപാട് സ്വാധീനിപ്പിച്ചൊരു വേദഭാഗമാണ്. ഞാൻ എന്റെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടാം, എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരു പ്രസംഗം പറഞ്ഞ് കടന്നു പോകാം. പക്ഷേ ദൈവത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിൽ എത്രമാത്രം എന്റെ അനുഭവങ്ങളുടെ ആത്മാർത്ഥതകളുണ്ട്, എത്രമാത്രം ദൈവഹിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിന്റെ ആത്മാർത്ഥതയുടെ അംശമുണ്ട്. അത്തരത്തിലൊരു മാറ്റം ദൈവത്തെക്കുറിച്ച് എന്തൊക്കെയോ വായിൽ തോന്നു പറഞ്ഞിരുന്ന, സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ തിയോളജികളും ദൈവശാസ്ത്രവും ഉണ്ടാക്കി അതെല്ലാം വെച്ച് ദൈവത്തെ വ്യാഖ്യാനിച്ചിരുന്ന, ദൈവത്തിനെ മറ്റു പലതിന്റെയും പ്രതികളാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവം എന്താണെന്ന്, യഥാർത്ഥത്തിൽ ദൈവം ആരാണെന്ന് അറിഞ്ഞു മനസ്സിലാക്കി പങ്കുവെക്കുവാൻ തക്കവണ്ണം ഉണ്ടാകുന്ന ഒരു ആത്മീകമാകുന്ന സൗഖ്യം
യാക്കോബിന് ദൈവം കൊടുത്തു. ആ ഒരു സൗഖ്യം നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടാകണമെന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നാം സമർപ്പിക്കേണ്ടത്. എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ഒന്നാമതായിട്ട് പറഞ്ഞു തന്റെ സഹോദരനുമായിട്ടും കുടുംബവുമായും അപ്പന്റെ ഭവനവുമായിട്ടും വന്നുപോയ തകർച്ചകളെ ദൈവം ക്രമീകരിച്ചു കൊടുത്തു. എന്താണെന്നറിയാമോ? ആ ഒരു സൗഖ്യത്തിന് വേണ്ടി സമർപ്പിച്ചത് കൊണ്ട് ക്രമീകരിച്ചു കൊടുത്തു. രണ്ടാമത്, ദൈവവുമായുള്ള ബന്ധത്തിൽ, ദൈവത്തിന്റെ വചനം പങ്കുവെക്കുന്നതിനായുള്ള ബന്ധത്തിൽ, ദൈവത്തിന്റെ നാമം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതുമായുള്ള ബന്ധത്തിൽ വന്നുപോയ കുറവുകളെ പരിഹരിപ്പാൻ ദൈവം അവന് സൗഖ്യം കൊടുത്തു. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കിട്ടിയ സമർപ്പണത്തിന്റെ അനുഗ്രഹത്തിൽ ദൈവം നാം സമർപ്പിച്ചതിന്റെ പേരിൽ നമുക്ക് തന്നിരിക്കുന്ന ആ സൗഖ്യത്തിൽ തുടർന്നു പോകാൻ നമ്മെ കൊണ്ട് പറ്റണമെന്നുള്ളതാണ്. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്. സമർപ്പിക്കാൻ എളുപ്പമാണ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു ആവേശത്തിലോ ഒരു വികാര തള്ളിച്ചയുടെ പുറത്തോ സമർപ്പിക്കുവാൻ വളരെ പ്രധാനമാണ്. പക്ഷേ ജീവിതത്തിന്റെ വ്യത്യസ്തമാകുന്ന സാഹചര്യങ്ങളിൽ ഈ സമർപ്പണം തുടരുവാൻ നമ്മെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ, ഇവിടെ യാക്കോബിന്റെ ജീവിതം നാം വീണ്ടും പഠിക്കുമ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു ചെറിയ അബദ്ധം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അതായത് കേട്ട സമർപ്പണത്തിൽ, കണ്ട ദൈവമായിട്ടുള്ള അനുഭവത്തിൽ, ദൈവമായിട്ട് കിട്ടിയ ഏറ്റവും അടുത്ത അനുഭവത്തിൽ, അതിന്റെ പേരിൽ താൻ കൊടുത്ത സമർപ്പണത്തിൽ, അതിന്റെ പേരിൽ തനിക്ക് കിട്ടിയ സൗഖ്യത്തിൽ ഉറച്ചു നിൽക്കാൻ ചിലപ്പോൾ യാക്കോബിന് പറ്റാതെ പോയി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ട്. അതിന്റെ കാരണം പറയാൻ പോകുന്നത്, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 31 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 31 മുതൽ വായിക്കുമ്പോൾ പറയുകയാണ്, പിന്നെ അവർ ഒരു കോലാട്ട് കൊറ്റനെ കൊന്നു, യോസേഫിന്റെ അങ്കി എടുത്ത് രക്തത്തിൽ മുക്കി അവർ നിലയങ്കി തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കിട്ടി, ഇത് നിന്റെ മകന്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണമേ എന്ന് പറഞ്ഞു. അവനത് തിരിച്ചറിഞ്ഞു, ഇതെന്റെ മകന്റെ അങ്കി തന്നെ. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു, യോസേഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടിശീല ചുറ്റി ഏറിയ നാൾ മകനെ ചൊല്ലി ദുഃഖിച്ചു കൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ യാക്കോബ് ഏറിയ നാൾ ഈ രട്ടിശീല ചുറ്റി മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരിക്കാൻ കാരണം എന്താ? എന്നാൽ വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, 1-2 അധ്യായങ്ങളൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ യാക്കോബ് യോസേഫിനോട് പറയുക, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെ കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. സമർപ്പണത്തിന്റെ തുടക്കമായി നാം സംസാരിച്ചത് ഒരു ശുഭഭാവി സൗഖ്യത്തിൻ്റെതാകുന്ന ഒരവസരം എന്റെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിച്ച് ദൈവത്തിന് എന്നെ വിട്ടുകൊടുക്കണമെന്ന. ഒന്നുകൂടെ പറയട്ടെ, ശുഭഭാവി വരും, ഒരു നന്മ വരും, ഒരു സൗഖ്യം വരും. അതിനായി എന്റെ ജീവിതത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. എന്നാൽ ഇവിടെ പറയട്ടെ, യാക്കോബ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല അനുഭവമുള്ള മനുഷ്യനാണ്. ദൈവവുമായിട്ട്, ദൈവദൂതനുമായിട്ട് മല്ലു പിടിച്ചു, ദൈവത്തിന്റെ ദർശനങ്ങളെ കണ്ടു, ദൈവത്തിന് വേണ്ടി ജീവിതങ്ങളെ വിട്ടുകൊടുത്തു, ജീവിതത്തിന്റെ തകർച്ചകളെ മുഴുവൻ ദൈവം സൗഖ്യമാക്കി കൊടുത്തു. പക്ഷെ വീണ്ടും തന്റെ മകനെ കുറിച്ചുള്ള ഒരു കാര്യം വന്നപ്പോൾ യാക്കോബ് സങ്കടപ്പെടാൻ കാരണം എന്താണെന്നറിയാമോ? യാക്കോബ് സങ്കടപ്പെടാൻ കാരണം എന്താണെന്നറിയാമോ? യാക്കോബ് വിശ്വസിച്ച് എന്തിനാണെന്നറിയാമോ? ആ നുണ പറയുന്ന സഹോദരങ്ങൾ വസ്ത്രത്തിൽ മുക്കിയ ഏതോ ജന്തുവിന്റെ രക്തം കണ്ടിട്ട് തന്റെ മകന്റെ രക്തമാണെന്ന് വിശ്വസിച്ചിരുന്നു, നുണയെ വിശ്വസിച്ചിരുന്നു. തന്റെ മകനുമായിട്ടുള്ള, തന്റെ മകൻ എവിടെ പോയി, അവൻ മടങ്ങി വരുമോ, അവൻ ജീവനോടെ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ കൃത്യമായിട്ട് ചോദിച്ചറിയുവാൻ അവൻ അറിഞ്ഞൊരു ദൈവം ഉണ്ടായിരുന്നു. അവന് വ്യക്തമായി അനുഭവങ്ങളെ കൊടുത്തൊരു ദൈവം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ഇപ്പോൾ വിശ്വസിച്ചത് എന്തിനാണെന്നറിയാമോ? ആ രക്തം പുരണ്ട, മൃഗത്തിന്റെ രക്തം പുരണ്ട അങ്കിയെ വിശ്വസിച്ച്, അതിന്റെ പിന്നിലുണ്ടായ നുണയെ വിശ്വസിച്ച് കാലഘട്ടം മുഴുവൻ ദുഃഖത്തിൽ കഴിഞ്ഞുപോയി. പലപ്പോഴും നമ്മുടെ ജീവിതം ദുഃഖത്തിൽ മുമ്പോട്ട് കടന്നതിന്റെ കാരണം എന്താ അറിയാമോ? സമർപ്പിച്ച ഇടത്ത് തുടരുവാൻ നമ്മളെ കൊണ്ട് പറ്റിയിരുന്നുള്ളതാണ്. സമർപ്പണം വെളിപ്പെട്ട ഇടത്ത്, സൗഖ്യം വെളിപ്പെട്ട ഇടത്ത് നമുക്ക് നമ്മെ തന്നെ ഉറപ്പിക്കാൻ കഴിയാതെ ജീവിതം മാറി വരുമ്പോൾ, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ മറ്റു പല നുണകളെ വിശ്വസിച്ചു പോയി എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏത് പ്രായക്കാരായിക്കോട്ടെ, നമ്മുടെയൊക്കെ ബന്ധങ്ങളിലും, സ്നേഹബന്ധങ്ങളോ സുഹൃത്ത് ബന്ധങ്ങളോ ദാമ്പത്യ ബന്ധങ്ങളോ കുടുംബജീവിതത്തിലെ ബന്ധങ്ങളോ തമ്മിലുള്ള പ്രശ്നങ്ങളിലൊക്കെ നടുവിൽ നമുക്കുള്ള ചോദ്യങ്ങളും നമുക്കറിയേണ്ട കാര്യങ്ങളും ചോദിക്കുവാൻ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരു ദൈവം നമുക്കുണ്ടായിട്ടും നുണകളെയും ചതിയെയും വഞ്ചനയെയും വിശ്വസിക്കാൻ തയ്യാറാകുന്നതാണ് നമ്മുടെ ജീവിതം അഗാധമാകുന്ന ദുഃഖത്തിൽ കടന്നു പോകാൻ കാരണം. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, എല്ലാത്തിനും നമുക്ക് ഇൻഫർമേഷൻ തരാനുള്ള ഒരു മാർഗങ്ങളുണ്ട്. ഒരു കുപ്പി തുറക്കുന്നത് എങ്ങനെയാണ്, ഒരു മുട്ടുസൂചി എടുക്കുന്നത് എങ്ങനെയാണ്, ഒരു സൂചിയിൽ നൂല് കോർക്കുന്നത് എങ്ങനെയാണ്, സകലതും നമ്മെ പഠിപ്പിച്ചു തരാൻ തക്കവണ്ണം അഡ്വാൻസ്ഡ് ആയ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ എന്തെങ്കിലും തകർച്ചകൾ വരുമ്പോൾ,
ജോലിയുടെ മേഖലയിൽ തകർച്ച വരുമ്പോൾ, നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുമ്പോൾ, ഇനി മുമ്പോട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പില്ലാതെ വരുമ്പോൾ, ഇതിന്റെയൊക്കെ ഉത്തരം നാം തേടുന്നതിനുള്ള സോഴ്സ് എവിടുന്ന? നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നത്? എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും ഞാൻ ഉപദേശം തേടുന്നത് ആരെയാണ്? ഉപദേശം തേടുന്നത് എവിടെയാണ്? എന്തിനെയാണ് ആശ്രയിക്കുന്നത്? ഇതാണ് എന്റെ ദുഃഖത്തിന്റെയും എന്റെ സന്തോഷത്തിന്റെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾ, ഓരോ പ്രായമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടു പോയ നമ്മുടെ ആവശ്യങ്ങൾ, ഭവനമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, യാക്കോബ് പറഞ്ഞ പോലെ വസ്ത്രമായിക്കോട്ടെ, ആഹാരമായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, ഇതിന്റെയൊക്കെ നടുവിൽ എന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരുന്നത് എവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കൃത്യമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട വചനമുണ്ട്, നമുക്ക് ചോദിക്കാൻ ഇടമുണ്ട്. യാക്കോബിനെ പോലെ യാക്കോബിനോട് ദൈവം അത്രമാത്രം ക്ലോസ് ആയിട്ട് ഇടപെട്ടു, വലിയ ദർശനങ്ങളെ കൊടുത്തു. അവൻ പോയി ഉറങ്ങിയെടുത്ത് അവനെ തേടിച്ചെന്ന് അവന് വേണ്ടതൊക്കെ നൽകാം എന്ന് പറഞ്ഞു. കടൽത്തീരത്തെ മണൽ പോലെ നിനക്ക് സന്തതികളെ തരാന്നൊക്കെ പറഞ്ഞു. ഒരു സന്തതിയുടെ നഷ്ടത്തിന്റെ പേരിൽ അവൻ അതിനെയൊന്നും വിശ്വസിക്കാതെ, അവന്റെ ദൈവത്തോട് ചോദിക്കാതെ, അവന്റെ ദൈവത്തോട് ആരാഞ്ഞറിയാതെ, ആരോ പറഞ്ഞ നുണയിൽ വിശ്വസിച്ച് കാലം മുഴുവൻ രക്ഷെടുത്ത് മഹാവേദനയിൽ അവന്റെ കാലങ്ങളെ കഴിയുവാനിടയായി. ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കൽ പ്രാപിച്ച സമർപ്പണത്തിന്റെ അനുഭവത്തെ, ആ സമർപ്പണം തന്ന സൗഖ്യത്തിന്റെ അനുഭവങ്ങളിൽ പിന്തുടരുവാനും നമ്മെ കൊണ്ട് ഇടയാകണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതങ്ങളുടെ ഉത്തരങ്ങളാണ് തേടുന്നത്. നമ്മുടെ ശക്തമായ നിലനിൽപ്പിന്റെ ഇടമായ ക്രിസ്തുവിന്റെ കാൽക്കീഴിലാണ് നമ്മൾ തേടേണ്ടത്. ആ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ആ ദൈവത്തോടുള്ള പ്രാർത്ഥനയിലും ബന്ധത്തിലും നമുക്ക് തരുന്ന അരുളപ്പാടുകളിലാണ് നമ്മുടെ ജീവിതങ്ങളുടെ സകലത്തിന്റെയും ഉത്തരങ്ങൾ നാം തേടേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ബന്ധങ്ങളിലോ ചില പ്രയാസങ്ങളിലോ ഒക്കെ നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നോട് അങ്ങനെ പെരുമാറിയത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? നാളെ എനിക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് എന്താണ്? എന്റെ രോഗത്തിന്റെ, എന്റെ പ്രയാസത്തിന്റെ വഴികളിൽ എനിക്ക് വേണ്ടി എന്താണ് ഒരുങ്ങിയിരിക്കുന്നത്? ഇതൊക്കെയും നമ്മുടെ ചോദ്യങ്ങളാണ്. പല ചോദ്യങ്ങളുണ്ട്, മനസ്സിലാക്കാൻ പറ്റാത്ത, ഉത്തരം കിട്ടാത്ത, ആലോചിച്ചെടുക്കാൻ കഴിയാത്ത ചിന്താ ശകലങ്ങളുണ്ട്. അതൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന കഷ്ടം നിറഞ്ഞ സാഹചര്യങ്ങളുണ്ട്. ഇതിന്റെ നടുവിൽ നാം നുണയെ ആശ്രയിക്കാൻ പാടില്ല. ലോകം കാണിച്ചു തരുന്ന കപടതകളെ ആശ്രയിക്കാൻ പാടില്ല. ദൈവത്തിൽ കൃത്യമായിട്ട് ആശ്രയിക്കുവാനും നാം ഒരിക്കൽ സമർപ്പിച്ച ഇടത്ത് നിലനിൽക്കുവാനും അവിടെ നിന്ന് ഉത്തരം കണ്ടെത്തുവാനും നമ്മെ കൊണ്ട് സാധിക്കണം. അത്രമാത്രം സൗഖ്യത്തിന്റെ അനുഭവത്തിലൂടെ നാം സമർപ്പിച്ച് കടന്നു പോകുമ്പോഴാണ് നമുക്ക് ജീവിതങ്ങളിൽ സമർപ്പണത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ യാക്കോബ് ആഗ്രഹിച്ചത് ഒരു സൗഖ്യം, നഷ്ടപ്പെട്ടു പോയ അപ്പന്റെ ഭവനത്തിലേക്കുള്ള ഒരു മടങ്ങി വരവ്, നഷ്ടപ്പെട്ടു പോയ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്കുള്ള ഒരു മടങ്ങി വരവ്. എന്നാൽ ഇടയ്ക്ക് എവിടെയോ ആ സമർപ്പണം നിൽക്കുവാൻ കഴിയാതെ പോയപ്പോൾ ദൈവം അവൻ കാണുകയില്ല എന്ന് വിചാരിച്ച ശുഭഭാവിയെ, താൻ കാണുകയില്ലെന്ന് വിചാരിച്ച യോസേഫ് എന്ന തന്റെ മകനെ കാണിച്ചു തന്നിരിക്കുക. അവിടെയാ പറയുന്നത്, ഞാൻ യോസേഫിനോട് പറഞ്ഞു, നിന്റെ മുഖം കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷെ നിന്റെ സന്തതിയെ വരെ കാണാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു. കാണാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ ശുഭഭാവിയെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിങ്ങളുടെ അവസാനിപ്പിക്കട്ടെ. പറഞ്ഞ ഇപ്രകാരമാണ്, സൗഖ്യത്തിന് വേണ്ടി നാം സമർപ്പിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ശിഥിലമായി പോയ, ചിതറിപ്പോയ ജീവിതാനുഭവങ്ങളെ ഓർത്തെടുക്കുവാനുള്ള സമർപ്പണത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കണം. അത് മാത്രം പോരാ, അതിൽ ഉറച്ചു നിൽക്കുവാനും നമ്മെ കൊണ്ട് സാധിക്കണം. അതുകൊണ്ട് ഈ സമർപ്പണത്തിന്റെ വർഷത്തിൽ ഒരു ആന്തരിക സൗഖ്യത്തിന് വേണ്ടി, മാനസിക സൗഖ്യത്തിന് വേണ്ടി, ആത്മീയ സൗഖ്യത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാൻ നമുക്കിടയാകണം. ആ ഒരു നിലനിൽപ്പ് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാനും നമുക്കിടയാകണം. ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ ക്ലോസിംഗ് പ്രയറിനായിട്ട് ഐ വെൽക്കം അരൂപ് ചെറിയാൻ ടു ലീഡ് us in closing prayer. Thank you, Acha. Let's all bow our heads in prayer. Loving and gracious Father, we thank thee, O God, for this evening time that you have given us to come in your presence, O Father, Lord God, and spend time together as a community, O Father, Lord God. We thank thee, O God, for the blessings that you have showered upon us. We thank thee, O Father God, for giving us this calling, O Master, Lord God. We thank thee, O God, for this biblical verse that you have given us, this motivation that you have given us. We thank thee, O God, for the great commission that you have given us, O Father, to be
Christians, oh Father, Lord God. God, we praise you, oh Father, Lord God, for this online platform. We thank thee for each and every one of us who've been able to come and spend some time meditating upon your word, oh Father, especially this evening, oh Father. We pray, oh God, for Achin Benish. We thank thee, oh Father, Lord God, for his word, oh Father, Lord God, the motivation that he's given us from the word, oh Father, Lord God. We praise thee, oh Father God, for the word that came from his mouth, oh Father God. May it come into our lives, oh Father. May we be blessed by it. May we be touched by it, oh Father, Lord God. May we lead different lives based on assimilating this word in our lives, oh Father, Lord God. We thank thee for our Achin, oh Father, the family, oh Father. We thank thee, oh God, for the ministry that they are doing in our midst, oh Father, Lord God. We praise thee, oh Father, Lord God. God, we also thank thee for our church, oh Father, this community that we are building in your name, oh Father, Lord God. We praise thee, oh Father, that we are able to come together, share each other's burden, and celebrate each other's success, oh Father, Lord God. For what we ask you to grant us, oh Father, that blessing, that heavenly insight, oh Father, Lord God, that we'll continue to lead our lives in a way that's acceptable in your sight, oh Father, Lord God. May each and every thing that we do, oh Father, Lord God, help to glorify your name, oh Father. God, we praise thee, oh Father, Lord God, for each and every one of us who are able to come together. We also pray, oh Father, for those who were unable to make this session, oh Father, Lord God. We pray, oh Father, that we'll all be able to come together on another occasion, oh Father, Lord God. God, as we leave this meeting, oh Father, Lord God, we pray that your presence be always with us, oh Father. Walk before us, oh Master, Lord God. Bless us, motivate us, oh Father, just as you motivated us through the life of Jacob, oh Father, Lord God. We pray, oh Father, that you will continue to be with us, bless us, take care of us, help each and every one of us, people who are going through pain, suffering, people who are in hospitals, oh Father, people are having problems at their workplaces, in their families, oh Father. We bring each and every one of them into your presence, oh Father, this evening time. Be with us, bless us, and take care of us. All this I ask in thy precious name. Amen. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽപ്പെടുത്താതെ ദുഷ്ടങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് പരിപാലിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും സഹവാസവും കാവലും പ്രിയമുള്ളവരെ, നാം എല്ലാവരോടും പ്രത്യേകമായി രാത്രിയിലുള്ള നമ്മുടെ വിശ്രമത്തോടും തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും ഇന്നുമല്ല ഇപ്പോഴും നിരന്തരം വസിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വചന ശുശ്രൂഷയ്ക്ക് യാക്കോബിന്റെ ജീവിതത്തെ ആസ്പദമാക്കി വളരെ റിവീലിംഗ് ആയിട്ടുള്ള ഇൻസൈറ്റ്സുകൾ നമ്മുടെ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്ത പ്രിയ ബിനീഷ് അച്ഛനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അച്ഛൻ നാളത്തെ നമ്മുടെ മീറ്റിങ്ങിലും അച്ഛൻ തന്നെ വചന ശുശ്രൂഷ നിർവഹിക്കും. ഇന്ന് കടന്നു വന്ന എല്ലാവരും നാളെയും ഈ വൈകിട്ട് 7:30 ഉള്ള ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. കടന്നു വന്ന് സംബന്ധിച്ച എല്ലാവരോടുമുള്ള, പ്രത്യേകിച്ച് അതിഥികളായിട്ട് നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ പങ്കെടുത്ത എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് വിമൻസ് ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള കോട്ടേജ് പ്രെയർ മിസ്സസ് ജെസ്സി മാത്യുവിൻ്റെ ഭവനത്തിൽ വെച്ച്, മിസ്സസ് ജെസ്സി ആൻഡ് ബാബു മാത്യുവിൻ്റെ ഭവനത്തിൽ വെച്ച്, മിസ്റ്റർ ബാബു മാത്യുവിൻ്റെ ഭവനത്തിൽ വെച്ച് ഉണ്ടായിരിക്കും. കഴിവുള്ളത്തോളം ആളുകൾ, വിമൻസ് ഫെലോഷിപ്പ് അംഗങ്ങൾ അതിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്. താങ്ക് യു അച്ഛാ. സീ യു ടുമോറോ. താങ്ക് യു അച്ഛാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അച്ഛോ.